ജയമസി. ദൈവത്തിന് സ്തോത്രം. എം ഇ ചെറിയാൻ സാറ് വളരെ ചെറുപ്പത്തിൽ തന്നെ ഒരു സ്കൂൾ അധ്യാപകനായി അദ്ദേഹത്തിന് ജോലി ലഭിച്ചു. കെ വി സൈമൺ സാർ അദ്ദേഹത്തെ ചലഞ്ച് ചെയ്തു, സാറേ സയൻസ് പഠിപ്പിക്കാനും കണക്ക് പഠിപ്പിക്കാനൊക്കെ എല്ലാവർക്കും കഴിയും, പക്ഷേ സുവിശേഷം പറയാൻ ദൈവത്തെ അറിഞ്ഞവർക്ക് മാത്രമേ കഴിയൂ, സാറിനതിന് കഴിയുമെന്ന് പറഞ്ഞപ്പോൾ തൻ്റെ ജോലി ഉപേക്ഷിച്ച് മധുരയിലേക്ക് സുവിശേഷ പ്രവർത്തനമായി അദ്ദേഹം കടന്നുപോയി. പിന്നീടുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാം, ചരിത്രമാണ്. അദ്ദേഹം പോകുന്ന സമയത്ത് അനേകർ എതിർത്തു. നല്ലൊരു തോഴി, അധ്യാപക ജോലി, അതെല്ലാം കളഞ്ഞിങ്ങനെ പോകുന്നത് മണ്ടത്തരമാണ്, ഭ്രാന്താണ്. അനേകർ എതിർത്തു, അനേകർ അദ്ദേഹത്തിനെതിരായിട്ട് സംസാരിച്ചു. അപ്പോൾ ആ സമയത്ത് അദ്ദേഹം എഴുതിയൊരു പാട്ട് പാടി നമുക്ക് തുടങ്ങാം. ക്രൂശും എടുത്തിനി ഞാനെൻ യേശുവെ പിൻചെൽകയായി, പാരിൽ പരദേശിയായി ഞാൻ മോക്ഷവീട്ടിൽ പോകയാം. ജീവനൻ പേർക്കായി വേടിഞ്ഞ നാഥനെ ഞാൻ പിൻചെല്ലും. എല്ലാരും കൈവിട്ടാലും കൃപയാൽ ഞാൻ പിൻചെല്ലും. ജീവനൻ പേർക്കായി വേടിഞ്ഞ നാഥനെ ഞാൻ പിൻചെല്ലും. എല്ലാരും കൈവിട്ടാലും കൃപയാൽ ഞാൻ പിൻചെല്ലും. മാനം ധനം ലോകജ്ഞാനം സ്ഥാനം സുഖമിതെല്ലാം. മാനം ധനം ലോകജ്ഞാനം സ്ഥാനം സുഖമിതെല്ലാം. ലാഭം അല്ലെനിക്കിനീവൻ ഛേദമെന്നറിഞ്ഞു ഞാൻ. ജീവനൻ പേർക്കായി വേടിഞ്ഞ നാഥനെ ഞാൻ പിൻചെല്ലും. എല്ലാരും കൈവിട്ടാലും കൃപയാൽ ഞാൻ പിൻചെല്ലും. എൻ്റെ പ്രിയപ്പെട്ടവരെ, ജീവൻ നമുക്ക് വേണ്ടി തന്ന കർത്താവ്, ആ കർത്താവിനെ പിൻപറ്റിയ അനേകർ, ആ കർത്താവിൻ്റെ വാക്കുകൾ ഏറ്റെടുത്ത് കർത്താവിനെ പിൻപറ്റി കർത്താവിന് വേണ്ടി എരിഞ്ഞടങ്ങിയ ആ വെളിച്ചമായി കർത്താവിൻ്റെ വെളിച്ചത്തെ കത്തി ജ്വലിപ്പിച്ച അനേക ദൈവമക്കൾ. നമുക്കിന്നത്തെ ചിന്തയ്ക്ക് വേണ്ടി ക്രൂശും എടുത്ത് എന്നെ അനുഗമിക്കുക എന്നുള്ള കർത്താവിൻ്റെ ആ വാക്യങ്ങൾ നമുക്ക് ഒരുമിച്ച് ചിന്തിക്കാനായി മർക്കോസിൻ്റെ സുവിശേഷം അതിൻ്റെ 8-ാം അധ്യായം 34 മുതലുള്ള വാക്യങ്ങൾ വായിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ആ ഭാഗത്ത് നിന്ന് നമുക്ക് ഒരുമിച്ച് ചിന്തിക്കാം. മർക്കോസിൻ്റെ സുവിശേഷം 8-ാം അധ്യായം 34-ാം വാക്യം, 34 മുതലുള്ള വാക്യങ്ങൾ ബൈബിളുള്ള നമുക്ക് എല്ലാവർക്കും അത് ഒരുമിച്ച് എടുക്കാം. പിന്നെ അവൻ പുരുഷാരത്തെയും തൻ്റെ ശിഷ്യന്മാരെയും അരികെ വിളിച്ച് അവരോട് പറഞ്ഞത്, ഒരുവൻ എന്നെ അനുഗമിക്കാൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശ് എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. ആരെങ്കിലും തൻ്റെ ജീവനെ രക്ഷിപ്പാൻ ഇച്ഛിച്ചാൽ അതിനെ കളയും. ആരെങ്കിലും എൻ്റെയും സുവിശേഷത്തിൻ്റെയും നിമിത്തം തൻ്റെ ജീവനെ കളഞ്ഞാൽ അതിനെ രക്ഷിക്കും. ഒരു മനുഷ്യൻ സർവ്വലോകവും നേടുകയും തൻ്റെ ജീവനെ കളയുകയും ചെയ്താൽ അവൻ എന്ത് പ്രയോജനം? അല്ല, തൻ്റെ ജീവന് വേണ്ടി മനുഷ്യൻ എന്തൊരു മറുവില കൊടുക്കും? വ്യഭിചാരവും പാപവുമുള്ള ഈ തലമുറയിൽ ആരെങ്കിലും എന്നെയും എൻ്റെ വചനങ്ങളെയും കുറിച്ച് നാണിച്ചാൽ അവനെക്കുറിച്ച് മനുഷ്യപുത്രനും തൻ്റെ പിതാവിൻ്റെ തേജസ്സിൽ വിശുദ്ധ ദൂതന്മാരുമായി വരുമ്പോൾ നാണിക്കും. നമുക്കൊരു നിമിഷം കൂടി പ്രാർത്ഥിക്കാം, നമ്മുടെ തലകളെ മടക്കാം. ഞങ്ങളുടെ പ്രിയ കർത്താവേ,
അങ്ങയുടെ അത്ഭുതകരമായ വചനത്തിനായ നന്ദി. അങ്ങയുടെ വാക്കുകൾ ഞങ്ങൾ വായിച്ച് കേൾക്കുകയായിരുന്നല്ലോ. ഇന്ന് അങ്ങ് ഞങ്ങളോട് വന്ന് ഞങ്ങളുടെ സമീപത്ത് നിന്ന് ഞങ്ങളുടെ തോളിൽ തട്ടി അങ്ങ് ഞങ്ങളോട് പറയുന്ന ആ പ്രതീതി ഞങ്ങൾക്കുണ്ടാകട്ടെ കർത്താവേ. ഞങ്ങൾക്ക് ഓരോരുത്തർക്കും അന്ന് തൻ്റെ ശിഷ്യന്മാരോടും പുരുഷാരത്തോടും പറഞ്ഞ വാക്കുകൾ കർത്താവേ ഇന്ന് ഞങ്ങളോട് വ്യക്തിപരമായി അങ്ങ് സംസാരിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. അടിയങ്ങൾ ഓരോരുത്തരോടും അങ്ങ് സംസാരിക്കണം കർത്താവേ. കേൾക്കാൻ ഞങ്ങൾ തയ്യാറാണ് കർത്താവേ. അനുസരിക്കാൻ ഞങ്ങൾ തയ്യാറാണ് കർത്താവേ. അങ്ങ് സംസാരിക്കണമേ. അങ്ങയുടെ കുറുവുള്ള ദാസനെ കുറുവൽ ക്ഷമിച്ച് അങ്ങയുടെ ക്രൂശിൽ മറച്ചു കൊള്ളണമേ. അങ്ങ് സ്വയം സംസാരിക്കണമേ. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശു നാമത്തിൽ തന്നെ ആമേൻ. എൻ്റെ പ്രിയപ്പെട്ട ഒരു കർത്താവ് പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഇവിടെ പറയുന്ന തുടക്കത്തിൽ പറഞ്ഞൊരു ഒരുവൻ എന്നെ അനുഗമിക്കാൻ ഇച്ഛിച്ചാൽ, കർത്താവ് വളരെ കൃത്യമായ ഒരു ഓപ്ഷൻ നമുക്ക് തരുന്നുണ്ട്. കർത്താവായ യേശു ക്രിസ്തുവിനെ പിൻപറ്റുവാൻ നമുക്ക് താല്പര്യമുണ്ടെങ്കിൽ, നിർബന്ധമൊന്നുമില്ല, ലോകത്തിൻ്റെ പേരിൽ നമുക്ക് ജീവിക്കാം. ലോകത്തിൻ്റെ സുഖങ്ങളും ലോകത്തിൻ്റെ സന്തോഷവും ലോകത്തിൻ്റെ, കർത്താവ് പറയുന്നില്ലേ, വിശാലമായ വഴിയിലൂടെ വിശാലമായ ജീവിതം, ആ ജീവിതം ജീവിച്ച് നിത്യനരകത്തിലേക്ക് നമുക്ക് പോകാം, ഒരു കുഴപ്പവുമില്ല. പക്ഷേ കർത്താവ് പറയുന്നു, നിങ്ങൾ എന്നെ പിൻപറ്റുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, എന്നെ അനുഗമിക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ, എൻ്റെ പിന്നാലെ വരുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങളിത് ചെയ്തേ മതിയാകൂ എന്ന് പറയുന്നത്. ദർ ഇസ് നോ ഓപ്ഷൻ. യദി കർത്താവായ യേശു ക്രിസ്തുവിനെ നാം പിൻപറ്റുകയാണെങ്കിൽ, കർത്താവിന് പിന്നിലൂടെ നാം സഞ്ചരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നെങ്കിൽ, എൻ്റെ പ്രിയപ്പെട്ടവരെ, പിന്നീട് ഈ താഴോട്ട് പറയുന്ന കാര്യങ്ങളിൽ ദർ ഇസ് നോ ഓപ്ഷൻ. അവിടെ പ്രത്യേകിച്ച് നമുക്കൊരു ചോയ്സ് ഇല്ല. ഒന്നെങ്കിൽ നമുക്ക് ലോകത്തിൻ്റെ പിന്നാലെ പോകാം, അല്ലെങ്കിൽ നമുക്ക് കർത്താവിൻ്റെ പിന്നാലെ പോകാം. കർത്താവിൻ്റെ പിന്നാലെയും പകുതി കർത്താവിൻ്റെ പിന്നാലെയും പകുതി ലോകത്തിൻ്റെ പിന്നാലെയും അങ്ങനെ ഒരു ജീവിതം കർത്താവ് നമുക്ക് ഓഫർ ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഇവിടെ കർത്താവ് പറയുന്നൊരു കാര്യമുണ്ട്, വളരെ ക്ലിയർ ആയിട്ട് അങ്ങനെ ഒരു ഓപ്ഷൻ കർത്താവ് എൻ്റെ മുമ്പിൽ, നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുക. പ്രിയപ്പെട്ടവരെ, എന്നെ പിൻപറ്റുവാൻ ഒരു വ്യക്തി ഇച്ഛിച്ചാൽ, ആഗ്രഹിച്ചാൽ എന്താ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്? ആഗ്രഹിക്കുന്ന വ്യക്തി ചെയ്യേണ്ട കാര്യമുണ്ട്. അവൻ തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശ് എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിനെ പിൻപറ്റുവാൻ നാം പിൻപറ്റുന്നെങ്കിൽ രണ്ട് കാര്യങ്ങൾ കർത്താവോട് പറയുന്നത്. ഒന്ന് പറയുന്നു, തൻ്റെ ക്രൂശ് എടുക്കട്ടെ, തന്നെത്താൻ ത്യജിക്കട്ടെ. രണ്ട് കാര്യങ്ങൾ. ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കുവാൻ. ഒന്ന് പറയുന്നത് ഡിനൈ ഹിംസെൽഫ് ആൻഡ് ടേക്ക് അപ്പ് ഹിസ് ക്രോസ്. തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കാനാണ് കർത്താവ് പറയുന്നത്. നമുക്കറിയാം, അന്ന് യഹൂദന്മാരോടാണ് കർത്താവ് ക്രൂശിനെ കുറിച്ച് പറയുന്നത്. ക്രൂശ് എന്താണെന്ന് യഹൂദന്മാരോട് പ്രത്യേകിച്ച് അങ്ങനെ വ്യാഖ്യാനിക്കേണ്ട യാതൊരു ആവശ്യവും കർത്താവിനില്ലായിരുന്നു. കാരണം അവർ പല ദിവസങ്ങളും കാണുന്നൊരു കാഴ്ചയുണ്ട്. അനേക ആയിരങ്ങളെ അവർ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അന്നത്തെ റോമൻ ഗവൺമെൻറ് ക്രൂശ് ചുമപ്പിച്ച് കൊണ്ടുപോയി ക്രൂശിൽ തറച്ച് കൊല്ലുന്ന ആ ഒരു വധശിക്ഷ, അന്ന് നടപ്പാക്കിയിരിക്കുന്ന വധശിക്ഷ യഹൂദന്മാരെല്ലാം കണ്ടുകൊണ്ടേയിരിക്കുന്ന കാഴ്ചയാണ് അവർ. ഓരോ പ്രാവശ്യം അവർ കാണുന്നുണ്ട്. നഗരങ്ങളിൽ ആളുകൾ നഗരവാതിൽ നിന്ന്, അറിയാമല്ലോ, ഏത് സ്ഥലത്ത് വിധി പ്രസ്താവിക്കുന്നുവോ ആ വിധി പ്രസ്താവിക്കുന്ന സ്ഥലത്ത് നിന്ന് വിധി നടപ്പാക്കുന്ന സ്ഥലം വരെ, എവിടെ നിന്ന് ആ ജഡ്ജ്മെന്റ് പ്രൊക്ലെയിം ചെയ്യുന്നോ അവിടെ നിന്ന് എക്സിക്യൂഷൻ നടക്കുന്ന സ്ഥലം വരെ, ഏത് വ്യക്തിയെ കൊല്ലുവാനായി, ഏത് വ്യക്തിയെ വിധി ക്രൂശിൽ തറച്ച് കൊല്ലുവാനായിട്ട് അവർ വിധി പ്രഖ്യാപിച്ചുവോ ആ വ്യക്തി ക്രൂശ് എടുത്ത് ആ വ്യക്തിയെ കൊല്ലുവാനായി ഉപയോഗിക്കുന്ന, ക്രൂശിൽ തറയ്ക്കാൻ ഉപയോഗിക്കുന്ന ആ മരത്തിൻ്റെ ഭീം എടുത്തുകൊണ്ട് അവിടെ നിന്ന് നടന്നു പോകണം. അപ്പോൾ ഒരു വ്യക്തി ക്രൂശ് എടുത്ത് നടക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ അർത്ഥം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, അവൻ ചുമന്നുകൊണ്ടിരിക്കുന്ന ആ മരത്തിൻ്റെ മുകളിൽ ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ അവനെ തറച്ച് അതിൽ കൊല്ലും. അതുകൊണ്ട് കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്, എന്നെ അനുഗമിക്കാൻ നിങ്ങൾ ഇച്ഛിക്കുന്നെങ്കിൽ തൻ്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കാനാണ് കർത്താവ് പറയുന്നത്. അപ്പം എന്താ ക്രൂശ് എടുക്കുക എന്ന് പറഞ്ഞാൽ? ഒറ്റ വാക്കിൽ പറയേണ്ട പ്രിയമുള്ളവരെ, മരിക്കാൻ അനുവദിക്കുക. മരിക്കാൻ ആയിട്ട് തൻ്റെ ജീവിതത്തെ ഏൽപ്പിച്ചു കൊടുക്കുക. ക്രിസ്തുവിന് വേണ്ടി
സുവിശേഷത്തിന് വേണ്ടി, അത് പിന്നീട് പറയുന്നുണ്ട്, ക്രിസ്തുവിന് വേണ്ടി, സുവിശേഷത്തിന് വേണ്ടി തൻ്റെ ആഗ്രഹങ്ങളെ, തൻ്റെ സ്വപ്നങ്ങളെ എല്ലാം തകർത്ത് അതെല്ലാം മാറ്റിവെച്ച് കർത്താവിന് വേണ്ടി സ്വയം മരിക്കുവാനായി കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നിങ്ങളുടെ ജീവിതങ്ങൾ കൊടുക്കുന്ന ക്രൂശ് എടുത്ത് അനുഗമിക്കുക എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഭാഷയെ പറഞ്ഞാൽ ക്രൂശ് എടുക്കുക എന്ന് പറഞ്ഞാൽ, നമുക്കറിയാം ഇവിടെ ഇന്ത്യയിൽ കൊലക്കയറ്, ഒരാളെ വധശിക്ഷയ്ക്ക് വിധിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് കൊടുക്കുന്നു കൊലക്കയറിൽ തൂക്കിക്കൊല്ലുക. ഒരു പക്ഷേ ഇന്ത്യയിൽ അങ്ങനെ ഒരു നിയമമല്ല ഉള്ളത്. കൊലക്കാരൊക്കെ നേരത്തെ അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ടാവും, അതിലേക്ക് കൊണ്ടുപോയി അങ്ങ് തൂക്കിക്കൊല്ലുക ചെയ്യുന്നത്. വിചാരിച്ച ഇന്ത്യയിൽ ഈ കൊലക്കുറ്റത്തിന് വേണ്ടി ശിക്ഷിച്ച വ്യക്തി ആ കൊലക്കയറെടുത്തുകൊണ്ടാണ് പോകുന്നതെങ്കിൽ, കൊലക്കയറെടുത്തുകൊണ്ട് പോകുന്ന വ്യക്തിയെ നമുക്കറിയാം ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ഈ വ്യക്തി കൊണ്ടുപോകുന്ന ആ കൊലക്കയറിൽ ആ വ്യക്തിയെ തൂക്കിക്കൊല്ലുമെന്നുള്ളൊരു ബോധ്യം നമുക്കുണ്ടാവും. അത് തന്നെയാണ് യഥാർത്ഥമായും ക്രൂശ് എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞ കാര്യങ്ങൾ ശിഷ്യന്മാരുടെ ഉള്ളിൽ, അവരുടെ ഉള്ളിൽ മനസ്സിലാക്കിയ കാര്യം അതാണ്. ഞാനൊരു കാര്യം പറയട്ടെ പ്രിയമുള്ളവർ, അതിൻ്റെ പ്രായോഗികമായ വശം എന്താ? ക്രൂശ് എടുത്ത് തന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞാൽ, അവിടെ അന്ന് ആ ക്രൂശ് എടുക്കുന്ന വ്യക്തി തീർച്ചയായിട്ടും എതിർപ്പുകൾ, ലോകം മുഴുവനും അതിനെ എതിർക്കും, ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുള്ള എതിർപ്പുകൾ, അതിനുശേഷം ക്രൂശ് വധശിക്ഷയ്ക്ക് ഏൽപ്പിച്ച വ്യക്തിയെ അവർ ശരീരത്തിൻ്റെ തുണിയെല്ലാം മാറ്റി അടിച്ച്, ശരീരം മുഴുവൻ അടിച്ച് പാടുകളേൽപ്പിക്കും, അടിച്ച് കീറും. അതിനുശേഷം ക്രൂശിൽ തൂക്കുക എന്ന് പറയുന്നത് സഹിക്കാൻ കഴിയാത്ത അസഹനീയമായ പീഡകൾ, വേദനകൾ, 3 ആണികളിൽ ക്രൂശിൽ തൂക്കി. അതിനെക്കുറിച്ച് ചരിത്രം പറയുന്നത് ചിലരെല്ലാം മണിക്കൂറുകളോളം, ദിവസങ്ങളോളം ക്രൂശിൽ കിടക്കുമെന്ന് പറയുന്നത്. അങ്ങനെ ക്രൂശിൽ സഹിക്കാൻ കഴിയാത്ത വേദന, സഹിക്കാൻ കഴിയാത്ത സഫറിങ്സ്, അവസാനം മരണം, ദുഃഖത്തോടെയുള്ള, അതിവേദനയോടുകൂടിയുള്ള മരണം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ക്രൂശ് എടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മളൊന്ന് കാണുന്ന പോലെ പലരും നമ്മൾ കാണാറുണ്ടല്ലോ, ക്രൂശിങ്ങിൻ്റെ ഒരു ചെറിയ കുരിശ് മാലയിൽ കെട്ടി ചുമന്നുകൊണ്ട് കിടക്കുക. അല്ലെങ്കിൽ പലരും പറയാറുണ്ട്, ഞാൻ പലരും വിശ്വാസികൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്, എനിക്ക് അസുഖം വന്നു, അതൊരു ക്രൂശായിട്ട് ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു. അല്ലെങ്കിൽ എൻ്റെ ഭാര്യയ്ക്ക് പ്രശ്നമാണ്, അല്ലെങ്കിൽ ഭാര്യയായിട്ട് എനിക്ക് യോജിച്ച് പോകാൻ കഴിയില്ല, അതൊരു കുരിശായിട്ട് ഞാൻ എടുത്തിരിക്കുന്നു. അതൊന്നുമല്ല കുരിശ്. കുരിശെന്ന് പറഞ്ഞാൽ താഴെയിട്ട് കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്, ഒരുവൻ എന്നെ അനുഗമിക്കാൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശ് എടുത്ത് തന്നെ അനുഗമിക്കട്ടെ. ആരെങ്കിലും തന്നെ ജീവനെ രക്ഷിപ്പാൻ ഇച്ഛിച്ചാൽ അതിനെ കളയും. ആരെങ്കിലും തന്നെ എൻ്റെയും സുവിശേഷത്തെയും നിമിത്തം കർത്താവായ യേശുക്രിസ്തുവിനെ പിൻപറ്റുന്നത് കൊണ്ട്, സുവിശേഷം പറയുന്നത് കൊണ്ട്, സുവിശേഷത്തിന് വേണ്ടി നിലനിൽക്കുന്നത് കൊണ്ട് ഉണ്ടാവുന്ന പ്രതികൂലങ്ങൾ, ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ, ഉണ്ടാവുന്ന ഒപ്പോസിഷൻ, ഉണ്ടാവുന്ന സഫറിങ്സ്, ഉണ്ടാവുന്ന ഷെയിം, ഉണ്ടാവുന്ന ഡെത്ത്, സുവിശേഷം പറയുന്നതുകൊണ്ട്, കർത്താവായ യേശുക്രിസ്തുവിനെ നാം സ്വീകരിക്കുന്നതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന എതിർപ്പുകൾ, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന നിന്ദകൾ, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന പീഡകൾ, ഒരുപക്ഷെ മരണം, അത് ഏറ്റെടുക്കാൻ ഞാൻ തയ്യാറാണ്. അത് ഏറ്റെടുത്ത് ഞാൻ കർത്താവിനെ പിൻപറ്റുവാൻ തയ്യാറാണ്. അതാണ് കർത്താവോട് പറയുന്ന കാര്യം. എന്നെ എൻ്റെ നിമിത്തവും സുവിശേഷത്തെ നിമിത്തവും, കർത്താവിൻ്റെ ആ അത്ഭുതകരമായ സുവിശേഷത്തെ നിമിത്തവും ഒപ്പോസിഷൻ, എതിർപ്പുകൾ സഹിക്കാൻ നീ തയ്യാറാണോ? ഗവൺമെൻറ്, നമുക്കറിയുന്ന ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന്, പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിൽ വലിയ താമസമില്ലാതെ ഇവിടെയൊക്കെ വരും. അത് നമ്മൾ ഇന്ന് വളരെ സേഫാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ വളരെ സേഫ് ഒന്നുമല്ല, കാര്യങ്ങൾ മാറാൻ പോവുകയാണ്. എതിർപ്പുകൾ, ഗവൺമെൻറ് തലത്തിൽ തന്നെയുള്ള എതിർപ്പുകൾ, ഷെയിം, കർത്താവായ യേശുക്രിസ്തുവിനെ പറയുമ്പോൾ മറ്റുള്ളവരുടെ പുച്ഛിക്കൽ. എനിക്ക് അത്ഭുതം തോന്നിയിട്ടുണ്ട്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞങ്ങൾ ഉത്തർപ്രദേശ് കോടതി ചെല്ലുമ്പോൾ ഈവൻ ജഡ്ജസ്, സോ കോൾഡ് ജഡ്ജസ്, ഈവൻ അഡ്വക്കേറ്റ്സ് അവർ പറഞ്ഞ കാര്യം അറിയോ? അരെ ഭയ്യ, ആപ്കോ ഓർ കുച്ച് കാം നഹീ ഹൈ, ധർമ്മ പരിവർത്തനം കർക്കെ, നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലെന്ന് ചോദിക്കുന്നത്. ഈ മതവും മാറ്റി നിങ്ങളിങ്ങനെ നടക്കുന്നത്. യേശുവിൻ്റെ ഉത്തരാഖണ്ഡിൽ പലപ്പോഴും ബസ്സിൻ്റെ അടുത്ത് ഇങ്ങനെ ഇരിക്കുമ്പോൾ സംസാരിക്കും. ഞങ്ങളിങ്ങനെ നല്ല ഡ്രസ്സൊക്കെ ഇട്ടിരിക്കുമ്പോൾ ആൾക്കാരുടെ വിചാരം ഏതോ ഓഫീസറൊക്കെയാണ്. അപ്പോ ക്യാ കാമേ എന്താണെന്നൊക്കെ ചോദിക്കുമ്പോൾ ഞങ്ങൾ യേശുവിൻ്റെ സുവിശേഷം പറയുന്നവരാന്ന് പറയുന്ന, അത് കേൾക്കുന്ന വഴി അറിയാം ഈ വണ്ടിയൊക്കെ അങ്ങ് ഇടിച്ച് ചളങ്ങുന്ന പോലെ അവരുടെ മുഖം അങ്ങ് ചളങ്ങും. പിന്നെ സംസാരിക്കില്ല അവർ. ഷെയിം, ക്രിസ്തുവിൻ്റെ നാമത്തെ ഏറ്റെടുക്കുമ്പോൾ, സുവിശേഷം പറയുമ്പോൾ ഉണ്ടാകുന്ന ഷെയിം, നിന്ന, സഫറിങ്സ്. നമുക്കറിയാം, നമ്മുടെ പ്രിയപ്പെട്ടവർ പോലും ജയിലിൽ പോയി കിടന്നു. ഉത്തർപ്രദേശിലെ ജയിലിൽ, അല്ലെങ്കിൽ
മധ്യപ്രദേശിൽ ജയിലുകൾ കിടക്കുന്ന നമ്മുടെ സഹോദരന്മാർ, ഇന്നും ഉത്തർപ്രദേശിൽ അനേക ആളുകൾ ഇപ്പോഴും ജയിലിൽ കിടക്കുന്നു. ഈ തണുത്തുറഞ്ഞ ഈ തണുപ്പ് കാലത്ത് സഫറിങ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ലോകത്തിലെ വിവിധ രാജ്യങ്ങളിൽ അനേകർ കൊല്ലപ്പെടുന്നു ക്രിസ്തുവിൻ്റെ പേരിൽ, സുവിശേഷത്തിൻ്റെ പേരിൽ. എൻ്റെ പ്രിയ സഹോദര, നീ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിച്ചാൽ നിനക്ക് രക്ഷയുണ്ട്. നിനക്ക് നിത്യനരകത്തിൽ നിനക്ക് രക്ഷ പ്രാപിക്കാം. നിന്റെ ജീവിതം മാറുമെന്ന് ആ അത്ഭുതകരമായ സ്നേഹത്തിൻ്റെ സുവിശേഷം പറയുമ്പോൾ പിടിച്ച് കഴുത്തറുത്ത് കൊല്ലുന്ന, കൊല്ലപ്പെടുവാൻ, മരിക്കുവാൻ തയ്യാറായ ദൈവമക്കൾ. കർത്താവ് പറയുന്ന കാര്യമുണ്ട്, നീ അതിന് തയ്യാറാണോ? എതിർപ്പുകൾ ഭവനത്തിൽ നിന്നുണ്ടാകും. അതെല്ലാം കർത്താവ് വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. മത്തായി സുവിശേഷം, ഇപ്പോൾ സമയമില്ല, 10-ാം അധ്യായം നിങ്ങൾ വായിക്കുമ്പോഴേ കർത്താവ് പറയുന്നുണ്ട്, സമുദായം നിന്നെ ത്യജിക്കും, അധികാരികൾ നിന്നെ എതിർക്കും, കുടുംബങ്ങൾ നിന്നെ എതിർക്കും, എല്ലാവരും നിന്നെ പകയ്ക്കും. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ ചോദിക്കട്ടെ, ക്രൂശ് എടുക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ അതങ്ങ് സ്വീകരിക്കുക എന്നുള്ളതാണ്. കർത്താവിൻ്റെ എബ്രായ ലേഖന കർത്താവിന് പറയുന്നുണ്ട്, നമുക്കിവിടെ നിലനിൽക്കുന്ന നഗരങ്ങളില്ലല്ലോ, ക്രിസ്തുവിൻ്റെ നിന്ന് ചുമന്ന് പാളയത്തിന് പുറത്ത് അവനോടുകൂടെ നമുക്കും പോകാമെന്ന്. ആമേൻ. ലോകത്തിൻ്റെ മഹിമയോ, ലോകത്തിൻ്റെ ഇതിൻ്റെ എല്ലാം ഓപ്പോസിറ്റ് ഉണ്ടല്ലോ. ഓപ്പോസിഷൻ, എതിർപ്പുകൾ വേണ്ട. എതിർപ്പ് ഉള്ള ജീവിതം എനിക്ക് വേണ്ട. അക്സെപ്റ്റൻസ്, മറ്റുള്ളവർ സ്വീകരിക്കുന്ന, മറ്റുള്ളവർ കൈയടിക്കുന്ന, മറ്റുള്ളവർ നല്ലതെന്ന് പറയുന്ന ഒരു ജീവിതം എനിക്ക് വേണം ഈ ലോകത്തിൽ. ഷെയിം, എനിക്ക് നിന്ന വേണ്ട. എനിക്ക് ഈ ലോകത്തിൽ മറ്റുള്ളവരുടെ മുമ്പിൽ എനിക്ക് എൻ്റെ മഹിമ, എൻ്റെ പ്രശസ്തി എനിക്ക് കാണിക്കണം. പീഡകൾ, എനിക്ക് പീഡകൾ വേണ്ട. എനിക്ക് എന്ത് വേണം? എനിക്ക് സുഖമായിട്ടൊരു ജീവിതം ഈ ലോകത്തിൽ ജീവിക്കണം. മരണം എനിക്ക് വേണ്ട. എൻ്റെ ജീവിതം ഏറ്റവും സേഫായിട്ട് എനിക്ക് ഈ ലോകത്തിൽ ജീവിക്കണം. എൻ്റെ പ്രിയപ്പെട്ടവർ, ഈ രണ്ട് തലങ്ങളിൽ നാം സ്വീകരിക്കുന്ന എന്താണ് എന്നുള്ളൊരു ചോദ്യം നമ്മുടെ മുമ്പിൽ വളരെ ശക്തമായി നിൽക്കുന്നു. എല്ലാവരും നിങ്ങളെ പകയ്ക്കും എന്ന് പറയുമ്പോൾ ആ പകപ്പിനെ ഏറ്റെടുക്കുവാൻ നാം തയ്യാറാണ്. ആർ യു വില്ലിംഗ് ഫോർ ദ ഒപ്പോസിഷൻ? ആർ യു വില്ലിംഗ് ഫോർ ടു ടേക്ക് ദ ഷെയിം, സഫറിങ്സ്, മേ ബി ദ ഡെത്ത്? എതിർപ്പുകൾ നേരിടാനും, നിന്ന സഹിക്കാനും, പീഡ കേൾക്കുവാനും, വേണ്ടി വന്നാൽ ഒരു പക്ഷെ മരിക്കുവാനും നാം തയ്യാറാണ്. എന്തിനാ? ക്രിസ്തുവിനെ പ്രതി, സുവിശേഷത്തെ പ്രതി, എനിക്ക് വേണ്ടി ജീവൻ തന്ന എൻ്റെ കർത്താവിനെ പ്രതി, എന്നെ കാത്തിരിക്കുന്ന എൻ്റെ കർത്താവിനെ പ്രതി, എന്നെ സ്വീകരിക്കുവാൻ വാനമേഘങ്ങളിൽ വരുന്ന എൻ്റെ കർത്താവിനെ പ്രതി, എനിക്ക് വേണ്ടി അടിയേറ്റ് തുപ്പേറ്റ് നിന്നേറ്റ് ഒരു കുറ്റവാളിയെ പോലെ ക്രൂശിൽ പിടഞ്ഞു മരിച്ച എൻ്റെ യേശുവിന് വേണ്ടി ഞാൻ തയ്യാർ. ഇസങ്ങൾക്ക് വേണ്ടി മരിക്കാൻ ആൾക്കാരുണ്ട് പ്രിയപ്പെട്ടവരെ. മത നേതാക്കന്മാർക്ക് വേണ്ടി എത്ര ആൾക്കാർ മരിക്കുന്നു, മതങ്ങൾക്ക് വേണ്ടി എത്രയോ പേർ മരിക്കുന്നു, എത്രയോ പേർ ജയിലിലായിരിക്കുന്നു. ക്രിസ്തുവിന് വേണ്ടി, എൻ്റെ യേശുവിന് വേണ്ടി, എന്നെ സൃഷ്ടിച്ച, ഇന്നും ഞാൻ ജീവനോടെ ആയിരിക്കുവാൻ കാരണഭൂതനായ, ഇന്നും ഞാൻ ശ്വാസം എടുക്കുന്നെങ്കിൽ അതിന് കാരണക്കാരനായ എൻ്റെ യേശുവിന് വേണ്ടി. ഞാനൊരു കാര്യം പറയുമ്പോഴേ, ഇതിന് നാം തയ്യാറല്ലെങ്കിൽ, പ്ലീസ് ലിസൺ, ശ്രദ്ധിക്കണമേ, ക്രിസ്തുവിൻ്റെ ക്രൂശ് എടുക്കാൻ നാം തയ്യാറല്ലെങ്കിൽ നാം ക്രിസ്തുവിനെ അല്ല പിൻപറ്റുന്നത്, മറ്റെന്തിനെയോ പിൻപറ്റിക്കൊണ്ടിരിക്കുക. We are not following Lord Jesus Christ. We are following something else, someone else, some things. ക്രൂശ് എടുക്കുവാൻ നാം തയ്യാറല്ലെങ്കിൽ, എൻ്റെ പ്രിയപ്പെട്ടവരെ ഞാൻ പറയട്ടെ, ക്രിസ്തുവിനെ അല്ല നാം പിൻപറ്റുന്നത്, നമ്മൾ മറ്റെന്തൊക്കെയോ പിൻപറ്റിക്കൊണ്ടിരിക്കുക. ഇന്നത്തെ ഈ പകൽക്കാലം നമുക്ക് നമ്മെ തന്നെ ചിന്തിക്കാം, ഞാൻ ആരെയാണ് പിൻപറ്റുന്നത്? ഇതിന് വീണ്ടും ഞാൻ താഴോട്ട് പറയുമ്പോൾ ഇതിന് കർത്താവ് പറയുന്ന കാര്യങ്ങളുണ്ട്. രണ്ട് കാര്യങ്ങളെ കർത്താവ് പറയുന്നു. ഒന്ന്, കർത്താവ് പറയുന്നൊരു കാര്യമുണ്ട്. ഇതിൻ്റെ കാരണം, ക്രൂശ് എടുത്ത് തന്നെത്താൻ ത്യജിച്ച് ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കുക എന്ന് പറയുമ്പോൾ അതിൻ്റെ ആപ്ലിക്കേഷൻസ്, എന്താ പറയുക, അതിൻ്റെ ഒരു റീസൺ, കാരണം പറയുന്നുണ്ട്. മൂന്ന് പ്രധാനപ്പെട്ട കാരണങ്ങൾ കർത്താവ് പറയുന്നുണ്ട്. ആ കാരണങ്ങൾ നമുക്കൊന്ന് പോകാം. ഒരു കാരണം, മൂന്ന് കാര്യങ്ങളിൽ ഒരു കാരണം 8:35 വാക്യത്തിൽ പറയുന്നു. 8:35 വാക്യം, മർക്കോസ് സുവിശേഷം 8:35, 8:35. അതിലിങ്ങനെ പറയുന്നത്, ആരെങ്കിലും തൻ്റെ ജീവനെ രക്ഷിപ്പാൻ ഇച്ഛിച്ചാൽ അതിനെ കളയും, ആരെങ്കിലും എൻ്റെയും സുവിശേഷത്തിൻ്റെയും നിമിത്തം തൻ്റെ ജീവനെ കളഞ്ഞാൽ അതിനെ രക്ഷിക്കും. ഇവിടെ രസകരമായ ഒരു കാര്യം കർത്താവ് പറയുന്നത്, whoever would save his life will lose it.
But whoever lose his life for my sake and the gospel's will save it. കർത്താവ് പറയുന്നത് saves leading to lose. ഈ ലോകത്തിലെ എൻ്റെയും നിങ്ങളുടെയും ജീവിതം നാം രക്ഷിക്കാനായിട്ട് സേവ് ചെയ്യാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ കർത്താവ് പറയുന്നൊരു കാര്യമുണ്ട്, അത് നിനക്ക് വലിയ നഷ്ടമായി തീരും. നിന്റെ ജീവിതത്തെ നീ ക്രിസ്തുവിനെ പ്രതി, സുവിശേഷത്തെ പ്രതി നഷ്ടപ്പെടുത്താൻ തയ്യാറായി കഴിഞ്ഞാൽ, ദ ലൂസ് ലീഡിങ് ടു സേവ്, നഷ്ടപ്പെടുത്താൻ തയ്യാറായി കഴിഞ്ഞാൽ എന്തായിക്കുന്നത്? അത് വലിയ രക്ഷിക്കലിലേക്ക് എന്താ പറയുക, വലിയ പ്രോഫിറ്റിലേക്ക് നയിക്കുമെന്ന് കർത്താവ് പറയുന്നത്. എന്താ പറയുക ഇവിടെ ഒരു കർത്താവോട് പറയുന്നത്? ശരിക്കും ഇവിടെ പറയുന്നൊരു കാര്യം ഞാൻ ആദ്യം പറഞ്ഞല്ലോ, നിന്റെ ജീവിതത്തെ നീ ഈ ലോകത്തിൽ രക്ഷിക്കാൻ, സേവ് ചെയ്യാൻ ശ്രമിക്കുകയാണോ? എന്താ സേവ് ചെയ്യാൻ ശ്രമിക്കുക എന്ന് പറഞ്ഞാൽ, ഞാൻ ആദ്യം പറഞ്ഞല്ലോ, എനിക്ക് ഒപ്പോസിഷൻ വേണ്ട, എതിർപ്പുകൾ എനിക്ക് വേണ്ട. ഈ ദിവസങ്ങളൊക്കെ ഉത്തർപ്രദേശിൽ ഒത്തിരി വലിയ ഓപ്പർച്യൂണിറ്റി നമുക്കുണ്ട് പ്രിയപ്പെട്ടവരെ. നിങ്ങൾക്കറിയാമോ, 23 കോടി ജനങ്ങൾ, 230 മില്യൺസ് ഉത്തർപ്രദേശിൽ ഞങ്ങളോട് കൂടെ ഞാൻ കാണിച്ചു തരാം. 10, 20, 30 കിലോമീറ്റർ വണ്ടി ഓടിച്ചു പോയി കഴിഞ്ഞാൽ ഒരൊറ്റ ചർച്ച പോലും ഇല്ല, സുവിശേഷം കേട്ടിട്ടില്ല, യേശുവിനെ കുറിച്ച് അറിയില്ല. അപ്പോൾ ചിലപ്പോഴും ചില സഹോദരന്മാരൊക്കെ അവിടെ വരുമ്പോൾ ഞങ്ങളിങ്ങനെ പറയും, സഹോദരന്മാർ പറയും, ഞങ്ങളിന്ന് ഉത്തർപ്രദേശ് ഗ്രാമങ്ങളിൽ പോവുകയാണ്, ചിലപ്പോൾ തല്ലുകൊള്ളും, ചിലപ്പോൾ ജയിലിൽ പോകേണ്ടി വരും. സഹോദരൻ നിങ്ങളെന്താ വിചാരിക്കുന്നത്, വന്നു കഴിഞ്ഞാൽ പിന്നെ ബെന്നിസോരം കൊണ്ടുപോയി തല്ലുകൊള്ളിച്ചു എന്ന് പറയരുത്. അപ്പോൾ പലരും പറയാനുള്ളൊരു കാര്യമുണ്ട്, അന്ന് സഹോദരൻ പോയിട്ട് വാ, ഞങ്ങളിവിടെ ഇരുന്ന് പ്രാർത്ഥിക്കാമെന്ന്. എതിർപ്പുകളിലേക്ക് പോകുവാൻ എനിക്ക് താല്പര്യം, ഒപ്പോസിഷൻ, അത് തിരഞ്ഞെടുക്കാൻ എനിക്ക് താല്പര്യമില്ല. എനിക്കെന്താ വേണ്ടത്? സ്വീകാര്യത, മറ്റുള്ളവരുടെ സ്വീകാര്യത, മറ്റ് സമൂഹത്തിൽ, ലോകത്തിൻ്റെ സ്വീകാര്യത, ലോകത്തിൻ്റെ അക്സെപ്റ്റൻസ് എനിക്ക് വേണം. ഐ ഡോണ്ട് വാണ്ട് ദ റിജക്ഷൻ, ഐ ഡോണ്ട് വാണ്ട് ദ ഒപ്പോസിഷൻ. അതിൽ നിന്ന് ഞാൻ മാറി നിൽക്കാൻ ആഗ്രഹിക്കുന്നു. പ്രതികൂലങ്ങളിൽ നിന്ന്, പ്രശ്നങ്ങളിൽ നിന്ന്, സുവിശേഷത്തെ പ്രതി വരുന്ന എതിർപ്പുകളിൽ നിന്ന് ഞാൻ മാറി നിൽക്കാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് വേണ്ടത് എന്താ? അക്സെപ്റ്റൻസ് വേണം. എനിക്ക് വേണ്ടത് എന്താ? ലോകത്തിൻ്റെ സ്വീകാര്യത എനിക്ക് വേണം. കർത്താവ് പറയുന്നു, നീ അതാണ് ആഗ്രഹിക്കുന്നത്, അങ്ങനെയെങ്കിൽ നിന്റെ ജീവിതത്തിൽ നഷ്ടപ്പെടുത്തുന്നു പറയുന്നത്. വീണ്ടും പറഞ്ഞല്ലോ, എനിക്ക് ഷെയിം, നിന്ന ഏറ്റെടുക്കാൻ എനിക്ക് ആഗ്രഹമില്ല. എനിക്ക് എന്ത് വേണം? മഹത്വം വേണം. മഹത്വം. മറ്റുള്ളവർ നോക്കുമ്പോൾ നല്ല ഭവനം, നല്ല വിദ്യാഭ്യാസം, മക്കൾ നല്ല നിലയിൽ, അവർ നല്ല നിലയിൽ, ഓരോ ദിവസം കഴിയും തോറും, ഓരോ വർഷം കഴിയും തോറും എൻ്റെ ജീവിതത്തിൽ മറ്റുള്ളവർ കൈയടിക്കുന്ന, ഓഹോ ഭാഗ്യവാൻ, ഭാഗ്യവതി എന്ന് പറയുന്ന, അല്ലെങ്കിൽ അവർ എത്ര നല്ല, അവരൊക്കെ അങ്ങ് ഉയർന്നു പോയില്ലേ, എവിടെ എത്തി, അത് കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരാഗ്രഹം. ഷെയിമല്ല, മഹത്വം, പേര്, പെരുമ, മറ്റുള്ളവരിൽ നിന്നുള്ള കയ്യടി, ലോകത്തിൻ്റെ കയ്യടി, അതിനെക്കുറിച്ച് പിന്നീട് പറയാം. അതെനിക്ക് വേണം. എനിക്ക് ഷെയിം വേണ്ട, എനിക്ക് ആ നിന്ന വേണ്ട. ക്രിസ്തുവിൻ്റെ നിന്നയെ ചുമക്കുവാൻ അയ്യോ അതെനിക്ക് വയ്യ, അതെനിക്ക് വേണ്ട. വീണ്ടും പറയുന്നു, സഫറിങ്, പീഡകൾ. കർത്താവിനെ പ്രതി, സുവിശേഷത്തെ പ്രതി ജയിൽ പോകാൻ ഞാൻ തയ്യാറല്ല. കർത്താവിനെ പ്രതി, സുവിശേഷത്തെ പ്രതി തല്ലുകൊള്ളാൻ ഞാൻ തയ്യാറല്ല. മറ്റുള്ളവരെ അടിയേൽക്കാൻ എനിക്ക് ഇഷ്ടമല്ല. എനിക്ക് എന്താ വേണ്ടത്? സുഖമായ ജീവിതം, സ്വസ്ഥമായ ജീവിതം, ഒരു കുഴപ്പവുമില്ലാത്ത ജീവിതം. ഞാൻ പറയട്ടെ, 56 വയസ്സിൽ ഇവിടെ റിട്ടയർഡ് ആവും നമ്മൾ. ജീവിതകാലം മുഴുവൻ കിട്ടിയ നല്ല അനുഭവങ്ങളും, നല്ല എന്താ പറയുക, ജീവിതകാലം മുഴുവൻ നമുക്ക് ലഭിച്ച നല്ല നന്മകൾ എന്ന് വെച്ചാൽ അറിവ്, ജ്ഞാനം. 56 വയസ്സ് കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു ഒരു 20 വർഷമെങ്കിലും ഏറ്റവും നന്നായിട്ട് കർത്താവിനോട് ജീവിക്കാൻ പറ്റും, ദൈവം ആയുസ് തരികയാണെങ്കിൽ. സങ്കടം പറയട്ടെ, 56 വയസ്സ് കഴിഞ്ഞ് റിട്ടയർഡായ നമ്മുടെ പല സഹോദരന്മാരും കൊച്ചുമക്കളെ നോക്കി, പട്ടിനെ നോക്കി, അല്ലെങ്കിൽ പൂന്തോട്ടം നോക്കി ജീവിതം തീർക്കുക. മരിച്ചാൽ ഇവിടെയും മരിക്കും, നോർത്ത് ഇന്ത്യയിലും മരിക്കും, ഇവിടെയും മരിക്കും, നേപ്പാളിലും മരിക്കും. എന്നാൽ ഞാൻ നേപ്പാളിൽ പോയി മരിക്കട്ടെ, നോർത്ത് ഇന്ത്യയിൽ മരിക്കട്ടെ, അല്ലെങ്കിൽ കർത്താവിൻ്റെ വേലയിൽ ഞാൻ വേല സ്ഥലത്ത് ഞാൻ മരിക്കട്ടെ. ഇവിടെ പറയുന്ന ഒരു കാര്യം, നമ്മൾ എന്താ, വാട്ട് വി ആർ ചൂസിങ്, നമ്മൾ എന്താ ആഗ്രഹിക്കുന്നത്? സ്വസ്ഥമായൊരു ജീവിതം,
സുഖമായൊരു ജീവിതം. കർത്താവ് പറയുന്നു, നിന്റെ ജീവിതം നിന്നെ നഷ്ടമാകും. അതാണ് നീ നിന്റെ ജീവിതത്തെ നീ സേവ് ചെയ്യാൻ അങ്ങനെയല്ല ശ്രമിക്കുന്നത്. വീണ്ടും താഴെ പറയുന്നത്, മരണം എനിക്ക് വേണ്ട. ആ ഡെത്ത്, അങ്ങനെയുള്ള ഒരു മരണം, സുവിശേഷത്തെ പ്രതിയുള്ള മരണം എനിക്ക് വേണ്ട. എനിക്ക് എന്ത് വേണം? സുരക്ഷ വേണം. സുരക്ഷ, ഏറ്റവും സേഫായിട്ടുള്ള സ്ഥലം, നല്ല ഡോക്ടേഴ്സ് ഉള്ള സ്ഥലം, നല്ല ആശുപത്രി ഉള്ള സ്ഥലം, നല്ല ആശുപത്രി ഫെസിലിറ്റി ഉള്ള സ്ഥലം. പലരും പറയാണ്ട് അവിടെയൊക്കെ വന്നു കഴിഞ്ഞാൽ ആശുപത്രി ഇല്ല സോര, അവിടെയൊക്കെ വലിയ പ്രശ്നങ്ങളില്ല, അവിടെയൊക്കെ അങ്ങനെയൊക്കെ അസുഖം വന്നു കഴിഞ്ഞാൽ മരിച്ചു പോലെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, കർത്താവ് വിളിച്ച സമയത്തിൻ്റെ അപ്പുറവും നമ്മൾ പോകില്ല, ഇപ്പുറവും നമ്മൾ പോകില്ല. കർത്താവ് വിളിച്ച സമയത്തിന്, കർത്താവ് നമുക്ക് ഇട്ടിരിക്കുന്ന സമയത്തിൻ്റെ എത്ര വലിയ ഡോക്ടറോ അമേരിക്കയിൽ പോയി ചികിത്സിച്ചാലും അതിനപ്പുറത്തേക്ക് നമ്മൾ കടന്നു പോകത്തില്ല. അങ്ങനെയെങ്കിൽ എന്നോട് പറഞ്ഞു വന്നത്, കർത്താവ് പറഞ്ഞൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണമേ. നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ സേവ് ചെയ്യുകയാണെങ്കിൽ, ഈ ലോകത്തിൽ നിങ്ങളെ രക്ഷിക്കാൻ ശ്രമിക്കുക. എങ്ങനെ രക്ഷിക്കാൻ ശ്രമിക്കുന്നത്? എനിക്ക് സ്വീകാര്യത വേണം, എനിക്ക് മഹത്വം വേണം, എനിക്ക് സുഖമായ സുരക്ഷിതമായ ഒരു ജീവിതം വേണം, എനിക്ക് സുരക്ഷ, ലൈഫ് സെക്യൂരിറ്റി വേണം. സങ്കടത്തോടെ പറയട്ടെ പ്രിയമുള്ളവരെ, 95% ദൈവമക്കളും ഇതിനു വേണ്ടി ലോകത്തിൽ ജീവിക്കുന്നത്. കുറെ കൂടി സുഖം, കുറെ കൂടി സുരക്ഷിതത്വം, കുറെ കൂടി അക്സെപ്റ്റൻസ്, മറ്റുള്ളവരുടെ സ്വീകാര്യത, കുറെ കൂടി മഹത്വം. വളരെ കൃത്യമായി കർത്താവ് പറയുന്നു, അങ്ങനെയുള്ള നിന്റെ ജീവിതത്തെ നീ കളയും, നഷ്ടപ്പെടുത്തു എന്ന് പറഞ്ഞിരിക്കുന്നത്. നിന്നെ തന്നെ നീ സേവ് ചെയ്യുവാൻ, നിന്നെ തന്നെ നീ രക്ഷിക്കുവാൻ ശ്രമിക്കുകയാണോ? നമ്മെ തന്നെ നാം രക്ഷിക്കാൻ ശ്രമിക്കുകയാണോ? ഇതിൽ നിന്നെല്ലാം കർത്താവ് പറയുന്നൊരു കാര്യമുണ്ട്, നീ അതിനെ കളയും, നീ അതിനെ നഷ്ടപ്പെടുത്തും, തകർത്ത് കളയും നീ അതിൻ്റെ ജീവിതത്തെ. ഒരേ ഒരു ജീവിതം പ്രിയപ്പെട്ടവരെ, അല്പസമയത്തേക്ക്. ഇതിനപ്പുറമുള്ള വലിയൊരു നിത്യത, സമയമില്ലാത്തൊരു സ്ഥലത്തേക്ക് നാം നമ്മുടെ കർത്താവിനോട് കൂടെ കോടാകോടി യുഗങ്ങൾ എന്ന് പറയാൻ പറ്റുമോ? എന്നേക്കും, ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി, എന്നേക്കും നമ്മുടെ കർത്താവിനോട് കൂടെ നാം വസിക്കാൻ പോകുന്നു. ഈ ചെറിയ അല്പകാലം അതിനുവേണ്ടി നാം തയ്യാറെടുക്കുക. അതാ കർത്താവ് പറഞ്ഞത്, ഈ ലോകത്തിൽ നിങ്ങൾ കളയുകയാണോ നിങ്ങളുടെ ജീവിതത്തെ? കർത്താവ് അതല്ല ചെയ്തത്. കർത്താവിനെ നിന്ദിച്ചു. കർത്താവിന് എവിടെ സ്വീകാര്യത ഉണ്ടായിരുന്നു പ്രിയപ്പെട്ടവരെ? കർത്താവിനെ തല്ലി, അടിച്ചു, തുപ്പി, ക്രൂശിൽ തറച്ച് കൊന്നു. കർത്താവ് പറയാ, എന്നെ നീ അനുഗ്രഹിക്കാൻ ഇച്ഛിക്കുന്നു പ്രിയമോനെ മോളെ, ടേക്ക് ദ ക്രോസ്, ഡിനൈ യുവർസെൽഫ്, ക്രൂശ് എടുക്ക്, എന്നെ അനുഗമിക്കുക. എന്നിട്ട് വീണ്ടും ഞാൻ ഒരിക്കലും കൂടി അത് പറഞ്ഞപ്പോൾ ആ ഭാഗം വിടട്ടെ. ഒരിക്കലും കൂടി ഒന്ന് ചിന്തിക്കണം പ്രിയപ്പെട്ടവരെ, നാം പിന്നെയും പിന്നെയും സെറ്റിൽഡ് ആവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണോ? സെറ്റിൽമെൻറ്റ്, കുറെ കൂടി സുഖം, കുറെ കൂടി ഇൻഷുറൻസ്, ലൈഫ് ഇൻഷുറൻസ്, കുറെ കൂടി സൗകര്യങ്ങൾ, കുറെ കൂടി ഈസ്, എന്താ പറയുക, സുഖം. അതോ കർത്താവിന് വേണ്ടി അതിനെ ത്യജിക്കാൻ നാം ശ്രമിക്കുകയാണ്? സുവിശേഷത്തെ പ്രതി, യേശുവിനെ പ്രതി. വീണ്ടും കർത്താവ് പറഞ്ഞ രണ്ടാമത്തെ കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ, ലൂസ് ലീഡിങ് ടു സേവ്. നിങ്ങൾ ഈ ലോകത്തിൽ നിങ്ങളുടെ ജീവിതത്തെ നഷ്ടപ്പെടുത്തുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നു പറഞ്ഞേ? അതിനെ രക്ഷിക്കൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്താ പറയുന്നത്? എനിക്ക് ഈ ലോകത്തിൻ്റെ സ്വീകാര്യത വേണ്ട. കർത്താവായ യേശു ക്രിസ്തുവിനെയും സുവിശേഷത്തെയും പ്രതിയുള്ള എതിർപ്പുകൾ ഞാൻ സന്തോഷത്തോടെ സഹിക്കും. എനിക്ക് ഈ ലോകത്തിൻ്റെ മഹത്വം വേണ്ട. കർത്താവിന് നിന്ന, കർത്താവിൻ്റെ പിഴ, പഴി, കർത്താവിന് കൊടുത്ത പഴി, കർത്താവിന് കൊടുത്ത് നിന്ന, അത് ചുമക്കാൻ ഞാൻ തയ്യാർ. എനിക്ക് ഈ ലോകത്തിൻ്റെ സുഖ സൗകര്യങ്ങൾ വേണ്ട. കർത്താവ് സഹിച്ച ആ കഷ്ടപ്പാടുകളിൽ ഞാൻ പങ്കാളികളാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് ഈ ലോകത്തിൻ്റെ സുരക്ഷിതത്വം വേണ്ട. കർത്താവിൻ്റെ മരണം, ക്രിസ്തുവിൻ്റെ മരണം, ആ മരണം കർത്താവ് എങ്ങനെയാണ് മരിക്കാൻ ആഗ്രഹിക്കുന്നത്, എന്നെക്കുറിച്ച് എന്താ കർത്താവ് ആഗ്രഹിക്കുന്നത്, ആ മരണം ഞാൻ ആഗ്രഹിക്കുവാൻ, ആ മരണം ഞാൻ സ്വീകരിക്കാൻ തയ്യാറാണ്. അതാ കർത്താവ് പറഞ്ഞത്, തന്നെത്താൻ ത്യജിക്കുന്നവൻ, അല്ലെങ്കിൽ എന്താ പറയുക, നഷ്ടപ്പെടുത്തുന്നവൻ, തൻ്റെ ജീവിതത്തെ ഇവിടെ നഷ്ടപ്പെടുത്തുന്നവൻ തൻ്റെ ജീവിതത്തെ രക്ഷിക്കും എന്നാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം, യോഹന്നാൻ സുവിശേഷത്തിൽ കർത്താവ് വീണ്ടും അത് പറയുന്നുണ്ട്. ഇവിടെ മാത്രമല്ല, ഒത്തിരി സ്ഥലങ്ങളുണ്ട്. യോഹന്നാൻ സുവിശേഷം നമുക്കൊന്ന് വായിക്കാം. അതിൻ്റെ 12-ാം അധ്യായം 23 മുതലുള്ള വാക്യങ്ങൾ. യോഹന്നാൻ സുവിശേഷം 12-ാം അധ്യായം 23 മുതലുള്ള വാക്യങ്ങൾ. യേശു അവരുടെ ഉത്തരം പറഞ്ഞത്, മനുഷ്യപുത്രൻ തേജസ്കരിക്കപ്പെടുവാനുള്ള നാഴിക വന്നിരിക്കുന്നു. ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ലെങ്കിൽ തനിയെ ഇരിക്കും,
ചത്തുവെങ്കിലോ വളരെ വിളവുണ്ടാകും. തൻ്റെ ജീവനെ സ്നേഹിക്കുന്നവൻ അതിനെ കളയും. ശ്രദ്ധിക്കണമേ, തൻ്റെ ജീവനെ സ്നേഹിക്കുന്നവൻ അതിനെ കളയും. ഇഹലോകത്തിൽ തൻ്റെ ജീവനെ പകയ്ക്കുന്നവൻ അതിന് നിത്യജീവനായി സൂക്ഷിക്കും. ആമേൻ. ഞാൻ വീണ്ടും വായിക്കട്ടെ. തൻ്റെ ജീവനെ സ്നേഹിക്കുന്നവൻ അതിനെ കളയും. എൻ്റെ ജീവിതം, എൻ്റെ സുരക്ഷിതത്വം, എൻ്റെ സുഖം, എൻ്റെ സന്തോഷം, എൻ്റെ മക്കൾ, എൻ്റെ കുടുംബം, എൻ്റെ ഭാര്യ, അവരുടെ സുരക്ഷിതത്വം, അവരുടെ സന്തോഷം, അതാണ് എൻ്റെ ജീവിതം, അതാണ് ലക്ഷ്യം. കളയും. തൻ്റെ ജീവനായി, വീണ്ടും പറയുന്ന, ഇഹലോകത്തിൽ തൻ്റെ ജീവനെ പകയ്ക്കുന്നവൻ, ഡിനൈ ചെയ്യുന്നവൻ എന്താ ചെയ്യുന്നത്? അതിന് നിത്യജീവനായി സൂക്ഷിക്കും. ആമേൻ. നിത്യജീവന് വേണ്ടി അതിനെ സൂക്ഷിക്കും എന്ന കർത്താവ് പറഞ്ഞു. എന്നിട്ട് കർത്താവ് താഴെ പറഞ്ഞൊരു കാര്യമുണ്ട്, എന്നെ വളരെ സന്തോഷിപ്പിക്കുന്ന, എനിക്കെപ്പോഴും സന്തോഷിക്കുന്ന ഒരു കാര്യമാണ്. എന്താ പറയുന്നത്? എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവൻ എന്നെ അനുഗമിക്കട്ടെ. ഞാനിരിക്കുന്നിടത്ത് എൻ്റെ ശുശ്രൂഷക്കാരനും ഇരിക്കും. എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവനെ പിതാവും മാനിക്കും. വാ! സകലത്തെയും സൃഷ്ടിച്ച പിതാവാം ദൈവം മാനിക്കുന്ന ദിവസം, ദൈവം നമ്മെ മാനിക്കുക. എൻ്റെ പ്രിയപ്പെട്ടവരെ, നാം വഞ്ചിക്കപ്പെടരുത് പ്ലീസ്. ലോകം നമ്മളെ വഞ്ചിച്ചുകൊണ്ടിരിക്കുക പ്രിയപ്പെട്ടവരെ. സാത്താൻ നമ്മളെ വഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. നിനക്ക് വേണ്ടത് സുഖമാണ്, നിനക്ക് വേണ്ടത് സുരക്ഷിതത്വമാണ്, നിനക്ക് വേണ്ടത് കംഫർട്ടാണ്, നിനക്ക് വേണ്ടത് സുഖമായ ഒരു ജീവിതമാണ്. അതിന് പിന്നാലെ ഓട്. He deceives us, betrays us. സാത്താൻ നമ്മളെ വഞ്ചിച്ചുകൊണ്ടേയിരിക്കുക. ദൈവമക്കളെ സാത്താൻ വഞ്ചിച്ച് ലോകത്തിന്റെ പിന്നാലെ, ലോകത്തിന്റെ സുഖത്തിന് പിന്നാലെ, ലോകത്തിന്റെ സുരക്ഷിതത്വത്തിന് പിന്നാലെ, നമ്മളറിയാതെ നാം അതിന് പിന്നാലെ ആയി പോവുക. എനിക്കറിയാം, നമ്മൾക്കത് കേൾക്കുന്ന അത്ര സുഖമുള്ള കാര്യമല്ല. എൻ്റെ ആഗ്രഹം ഇതാണ്, ഇതെല്ലാം കഴിഞ്ഞ് നിങ്ങൾ അവിടെ നിന്ന് എഴുന്നേറ്റ് നിന്ന് കല്ല് വെച്ചെറിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയും, അതിൽ ഞാൻ സന്തോഷനാണ്. സാത്താൻ നമ്മളെ വഞ്ചിക്കുന്നു. സാത്താൻ്റെ ഈ ലോകവും, ലോകത്തിൻ്റെ മൗത്വവും, ലോകത്തിൻ്റെ സുരക്ഷിതത്വവും, ലോകത്തിൻ്റെ സുഖവും കാണിച്ച് എൻ്റെ പിന്നാലെ, കം ഐ വിൽ ഗിവ് യു, എൻ്റെ പിന്നാലെ വാ, ഇതെല്ലാം ഞാൻ നിനക്ക് തരാം. നിന്റെ ജീവിതം കുറെ കൂടി സുഖം, കുറെ കൂടി സന്തോഷം, കുറെ കൂടി സേഫ്. കർത്താവ് പറഞ്ഞു, തന്നെ താൻ പകയ്ക്കുന്നവൻ അവനാണ് നിത്യജീവൻ. അവനാണ് കർത്താവിനെ യഥാർത്ഥമായി പിൻപറ്റുന്നത്. ഞാൻ പറയട്ടെ, പൗലോസ് അപ്പോസ്തലന്റെ ജീവിതം, കർത്താവായ യേശു ക്രിസ്തു കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും, ഞാൻ എന്ന് വെച്ചാൽ ഞാൻ സ്നേഹിക്കുന്ന, എൻ്റെ ഹൃദയത്തിലെപ്പോഴും എന്നെ എപ്പോഴും ഉത്സാഹിപ്പിക്കുന്ന വ്യക്തിയാണ് പൗലോസ് അപ്പോസ്തലൻ. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞ കാര്യമുണ്ട്, ഇതങ്ങനെ തന്നെ ഏറ്റെടുത്ത പൗലോസ് അപ്പോസ്തലൻ. കർത്താവിൻ്റെ വാക്കുകളെ അങ്ങനെ തന്നെ ഹൃദയത്തിൽ ഏറ്റെടുത്ത് ജീവിച്ച് നമുക്ക് വേണ്ടി അത്ഭുതകരമായ ഒരു ജീവിതവും മാതൃകയും കാണിച്ചു തന്ന് കടന്നുപോയ പൗലോസ് അപ്പോസ്തലൻ. പൗലോസ് എന്ന് പറയുന്ന ഒരു കാര്യമാണ്, അതുകൊണ്ട് വായിക്കട്ടെ. ഫിലിപ്പിയ ലേഖനം അതിൻ്റെ 3-ാം അധ്യായം 4 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. ഫിലിപ്പിയൻസ് 3 chapter 3 4-11. അതിങ്ങനെ എഴുതിയിരിക്കുന്നത്, പൗലോസ് എന്ന് പറയാണ്, പക്ഷേ എനിക്ക് ജഡത്തിൽ ആശ്രയിപ്പാൻ വകയുണ്ട്. ലോകത്തിൽ ആശ്രയം എനിക്ക് വകയുണ്ട്. എന്താ വക? മറ്റാർക്കാനും ജഡത്തിൽ ആശ്രയിക്കാം എന്ന് തോന്നിയാൽ എനിക്ക് അധികം. 8-ാം നാളിൽ പരിച്ഛേദനയേറ്റവൻ, ഇസ്രയേൽ ജാതിക്കാരൻ, ബെന്യാമീൻ ഗോത്രക്കാരൻ, എബ്രാഹിം ജനിച്ച എബ്രായൻ, ന്യായപ്രമാണം സംബന്ധിച്ച് പരീശൻ, ശുഷ്കാന്തി സംബന്ധിച്ച് സഭയെ ഉപദ്രവിച്ചവൻ, ന്യായപ്രമാണത്തിന് നീതി സംബന്ധിച്ച് അനന്യൻ. എന്നിട്ട് പൗലോസ് പറയാണ്, എങ്കിലും എനിക്ക് ലാഭമായിരുന്നു ഒക്കെയും ഞാൻ ക്രിസ്തു നിമിത്തം ഛേദമെന്ന് എണ്ണിയിരിക്കുന്നു. ആമേൻ. എം.ഇ. ചെറിയൻ സാർ പാടിയതാ, മാനം, ധനം, ലോകം, ജ്ഞാനം, ഇതെല്ലാം എനിക്ക് ലാഭമല്ല, എനിക്ക് ഛേദമാണെന്ന് മനസ്സിലായി എന്ന്. എൻ്റെ പ്രിയപ്പെട്ടവരെ, പ്ലീസ്, അത് മനസ്സിലായിട്ടുണ്ടോ നമുക്ക് ഓരോരുത്തർക്കും? കർത്താവേ, ഇതെനിക്ക് ലാഭമല്ല. മാനം എനിക്ക് ലാഭമല്ല, ധനം എനിക്ക് ലാഭമല്ല, ജ്ഞാനം എനിക്ക് ലാഭമല്ല, സുഖം എനിക്ക് ലാഭമല്ല, ഇതെനിക്ക് നഷ്ടമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട പ്രിയമുള്ളത്, വലിയ കുഴിയിലേക്ക് കൊണ്ടുപോകുന്ന കാര്യങ്ങൾ അതൊക്കെ.
അത്ഭുതകരമായ സത്യം. ഇതെനിക്ക് ലാഭമല്ല, ഇതിനല്ല ഞാൻ ജീവിക്കുന്ന ഈ ലോകത്തിൽ. എൻ്റെ കർത്താവ് എന്നെ വിളിച്ചു, വേർതിരിച്ചു, അനേകരിൽ നിന്ന് മാറ്റി, സ്വന്തം രക്തം തന്നെ വീണ്ടെടുത്തു. അവൻ്റെ രക്തത്താൽ എന്നെ വീണ്ടും ഞാൻ വീണ്ടെടുക്കപ്പെട്ട ഞാൻ, വിളിക്കപ്പെട്ട ഞാൻ, വേർതിരിക്കപ്പെട്ട ഞാൻ വീണ്ടും ലോകത്തിന് പിന്നാലെ, മാനത്തിന്റെ പിന്നാലെ, സുഖത്തിന്റെ പിന്നാലെ, കൈയടിക്ക് പിന്നാലെ. പൗലോസ് പറയാണ്, എനിക്ക് ലാഭമായിരുന്നു ഒക്കെയും ഞാൻ ക്രിസ്തു നിമിത്തം ഛേദമെന്ന് എണ്ണിയിരിക്കുന്നു. എന്നിട്ട് പറയാം, അത്രയുമല്ല എൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠ നിമിത്തം ഞാൻ ഇപ്പോഴും എല്ലാം ഛേദമെന്നുണ്ടെന്നു. ഓരോ ദിവസവും പൗലോസ് പറയാ, എനിക്ക് എൻ്റെ കർത്താവിൻ്റെ പരിജ്ഞാനം, എൻ്റെ കർത്താവിൻ്റെ ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൻ്റെ അത്ഭുതകരമായ ശ്രേഷ്ഠത എൻ്റെ കർത്താവിനെ ഞാൻ അടുത്തറിയുമ്പോൾ എനിക്കറിയാം ഇതൊന്നുമല്ല, നത്തിങ്. ഞാൻ ഓരോ ദിവസവും എനിക്കറിയാം ഇതെല്ലാം എനിക്ക് നഷ്ടമാണ്, ഇതെല്ലാം എനിക്ക് യാതൊരു കാര്യമില്ലാത്തതാണ്. ഒത്തിരി സമയം നിൽക്കാൻ ആഗ്രഹിക്കുന്നില്ല. എന്നിട്ട് പറയാം, താഴെ പറഞ്ഞ കാര്യം, ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടതിനും ന്യായപ്രമാണത്തിൽ നിന്നുള്ള എൻ്റെ സ്വന്തം നീതിയല്ല, ക്രിസ്തുവിനുള്ള വിശ്വാസം മൂലം ദൈവം വിശ്വസിക്കുന്ന നൽകുന്ന നീതി തന്നെ ലഭിച്ച് അവനിൽ ഇരിക്കേണ്ടതിനും അവൻ്റെ മരണത്തോട് അനുരൂപപ്പെട്ടിട്ട് അവനെയും അവൻ്റെ പുനരുദ്ധാനത്തിൻ്റെ ശക്തിയെയും അവൻ്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയും അനുഭവിച്ചറിയേണ്ടതിനും ഇങ്ങനെ വല്ല വിധേനയും മരിച്ചവരുടെയിൽ നിന്നുള്ള പുനരുദ്ധാനം പ്രാപിക്കണമെന്ന് വെച്ച് അവൻ്റെ നിമിത്തം എല്ലാം ഉപേക്ഷിച്ച് ചവറ് എന്ന് എണ്ണുന്നു. ഒത്തിരി കാര്യങ്ങളുണ്ടായിരുന്നു. ഞാൻ ഒന്ന് രണ്ട് കാര്യം മനസ്സിലൂടെ ഞാൻ പറയട്ടെ പ്രിയമുള്ളവരെ. പൗലോസ് എന്ന് പറഞ്ഞ കാര്യമുണ്ട്, അവനിൽ ഇരിക്കേണ്ടതിനും അവൻ്റെ പുനരുദ്ധാനത്തിൻ്റെ ശക്തി, ആമേൻ, മരിച്ചവരിൽ നിന്ന് കർത്താവായ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു. ആ പുനരുദ്ധാനത്തിൻ്റെ ശക്തി, ആ ശക്തി എന്ത് ചെയ്യണം പറഞ്ഞത്? പുനരുദ്ധാനത്തിൻ്റെ ശക്തിയെയും അവൻ്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയെയും അനുഭവിച്ചറിയാൻ. രണ്ട് കാര്യം അവിടെ പറഞ്ഞു. ഒന്ന്, പുനരുദ്ധാനത്തിൻ്റെ ശക്തി, അതോടൊപ്പം എന്താ? കർത്താവിൻ സഹിച്ച കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മ. അത് ഞാൻ അനുഭവിക്കാൻ ആഗ്രഹിക്കുന്നു പറഞ്ഞു. ഞാനൊരു കാര്യം പറയട്ടെ പ്രിയമുള്ളവരെ, നമ്മുടെ പ്രിയ നേതാക്കന്മാരെല്ലാം നോർത്ത് ഇന്ത്യയിലും പേരൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഇന്നത്തെ ഭരണകൂടം അവരെന്ത് ചെയ്താലും ജീവനുള്ള ദൈവത്തിൻ്റെ പുനരുദ്ധാനത്തിൻ്റെ ശക്തി രുചിച്ചറിഞ്ഞ ദൈവമക്കളുടെ മുമ്പിൽ അവരുടെ ആയുധങ്ങൾ, അവരുടെ ജയില്, അവരുടെ നിയമങ്ങൾ നിഷ്പ്രഭമായിക്കൊണ്ടിരിക്കുകയാണ്. ആമേൻ. അടിക്കണോ? അടിച്ചോ സാറേ, എത്ര അടിക്കും നിങ്ങൾ? അടിച്ച് തീർക്ക്. ജയിലിലിടണോ? ജയിലിലിട്. ജയിലിൽ ഞങ്ങൾ പ്രസംഗിക്കും കർത്താവിനെ. കൊല്ലണോ? കൊല്ല്. മരിക്കുന്ന ആ നിമിഷം ഞങ്ങൾ കർത്താവിൻ്റെ സന്നിധിയിൽ കടന്നു പോകും. എത്ര ദൈവമക്കൾ നിങ്ങൾക്ക് കാണണം. ഉത്തർപ്രദേശിൽ ഞങ്ങളുടെ ഒരു സ്ഥലത്ത്, അവിടെ അവരുടെ സ്ഥലമെല്ലാം അവരെടുത്തുകൊണ്ട് പോയി. സ്ഥലമെല്ലാം അവർ കൊണ്ടുപോയി. അവർ പറഞ്ഞു, സ്ഥലം നിങ്ങൾ കൊണ്ടുപോയിക്കോ, ക്രിസ്തുവിനെ ഞങ്ങൾ വിടാൻ തയ്യാറല്ല. ജയിലിലിടണം. ഈ ദിവസങ്ങളൊക്കെ ഞങ്ങൾ സ്നാനപ്പെടുന്ന സമയത്ത് വളരെ രഹസ്യമായി സ്നാനപ്പെടുത്താറുണ്ട്. അവിടെ ഈ കഴിഞ്ഞ ദിവസങ്ങൾ പോലും സ്നാനപ്പെട്ട 5-8 പേര് സ്നാനപ്പെടുന്നതിന് മുമ്പ് ഞങ്ങൾ പറയും, भैया आप जेल जा सकता है, समस्या हो सकता है. अरे भाई हम तैयार है जेल में जाने के लिए, हम प्रभु यीशु के लिए मरने के लिए तैयार है भैया. എനിക്ക് തോന്നുന്നു നോർത്ത് ഇന്ത്യക്കാര് നമുക്ക് വലിയ മാതൃകയാകാൻ ആയിക്കൊണ്ടിരിക്കുക. ക്രിസ്തുവിന്റെ പുനരുദ്ധാനത്തിന്റെ ശക്തി കർത്താവായ യേശു ക്രിസ്തു രുചിച്ചറിഞ്ഞവരെ ഈ ലോകത്തിന്റെ ഒന്നിനും, ഒരു ശക്തിക്കും, ഒരു കർത്താവെ പ്രിയമുള്ളവരെ, ഒരു നിയമത്തിനും, ഒരു ജയിലിനും, ഒരു മൃത്യുവിനും, ഒരു മരണത്തിനും അവരെ തൊടാൻ പോലും കഴിയില്ല. പൗലോസ് കാര്യ പുനരുദ്ധാനത്തിന്റെ ശക്തി, ആ അത്ഭുതകരമായ ശക്തിയാണ് എന്നിലും നിങ്ങളിലും വ്യാപരിക്കുന്നത്. ആമേൻ. കർത്താവായ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ ആ പുനരുദ്ധാനത്തിന്റെ ശക്തി, ആ ശക്തി നമ്മളില്, ദൈവമക്കളില് വ്യാപരിച്ച്. പൗലോസ് പറയാണ്, അത് ഞാൻ അനുഭവിച്ചറിയാൻ ആഗ്രഹിക്കുന്നു കൂടുതലായിട്ട്. വീണ്ടും പറയാണ്, എൻ്റെ കർത്താവിൻ്റെ കഷ്ടാനുഭവങ്ങളോട് ഞാൻ കൂട്ടായ്മ, ആ ക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവങ്ങളോട്. ആദ്യം പറഞ്ഞല്ലോ, പാളയത്തിന് പുറത്ത് അവനോട് കൂടെ നമുക്ക് നിന്ന് ചുമന്ന് പാളയത്തിന് പുറത്തു പോകാം. ആ ക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവത്തിൻ്റെ കൂട്ടായ്മ, ലോകം തള്ളിക്കളഞ്ഞ, ലോകം തുപ്പിയ, ലോകം ക്രൂശിൽ തറച്ച് കൊന്നുകളഞ്ഞ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ആ നിന്നയെ സന്തോഷത്തോടെ സ്വീകരിക്കുവാൻ. അതാ പൗലോസ് പറഞ്ഞേ. അതിന് ഞാൻ എന്നിട്ട് പറഞ്ഞ കാര്യം എന്നറിയോ? ഇങ്ങനെ വല്ല വിധേനയും മരിച്ചവരുടെ നിന്ന് പുനരുദ്ധാനം പ്രാപിക്കണം എന്നുള്ള പറയുമ്പോൾ അവിടെ പറയുന്നത് യഥാർത്ഥമായ അർത്ഥം ഒരു നല്ല പുനരുദ്ധാനം ഇല്ലേ?
ഈ ലോകത്തിൻ്റെ പരിപാടിയെല്ലാം അവിടെ തീരും, നാളത്തെ കഴിഞ്ഞ്. നമ്മുടെ മഹത്വം, നമ്മുടെ പണം, നമ്മുടെ പദവി, നമ്മുടെ വീട് എല്ലാം കളഞ്ഞ്, റോയിച്ചാൻ്റെ ഭാഷയെ പറഞ്ഞാൽ മൂക്കിൽ പഞ്ഞി വെച്ച് നമ്മൾ ഇവിടുന്ന് പോവും. നിലനിൽക്കുന്ന ഒന്നുമില്ല പ്രിയപ്പെട്ടവർ ഈ ലോകത്തിൽ. പക്ഷേ ഞാൻ പോകുമ്പോൾ എനിക്ക് നല്ലൊരു പുനരുദ്ധാനം എനിക്ക് ലഭിക്കണം. എൻ്റെ കർത്താവിനോട് പറയണം, നല്ല ദാസനെ ശബാഷ്. കർത്താവ് പറയുന്നു അനേക ദൂതന്മാരുടെ മധ്യത്തിൽ, ഓ നീതിയുടെ കിരീടം അതെനിക്ക് വേണം, എൻ്റെ കർത്താവിൻ്റെ കരങ്ങളിൽ എനിക്കത് ലഭിക്കണം. എൻ്റെ പ്രിയപ്പെട്ടവർ, ഞാൻ ചോദിക്കട്ടെ, എത്ര മാതാപിതാക്കൾ ആഗ്രഹിക്കുന്നുണ്ട് എൻ്റെ മകൻ ഡോക്ടർ ആയാലും ആയില്ലെങ്കിലും, അല്ലെങ്കിൽ എഞ്ചിനീയർ ആയാലും ആയില്ലെങ്കിലും, പണം സമ്പാദിച്ചാലും ഇല്ലെങ്കിലും, ഒരു കൂരപ്പരയിൽ കിടന്നാലും ഞാൻ ആഗ്രഹിക്കുന്നു, എൻ്റെ മോനെ, എൻ്റെ മോളെ കർത്താവിൻ്റെ വരവെങ്കിൽ നീ കിരീടങ്ങളോടുകൂടി എൻ്റെ കർത്താവിന് സന്നിധിയിൽ നിൽക്കുവാൻ ഞാൻ കാണുന്നു. എനിക്ക് അതാ എൻ്റെ മോനെ, എൻ്റെ ആഗ്രഹം അതാ. ഞാൻ എൻ്റെ മക്കളോട് ചെറുപ്പം മുതലേ പറഞ്ഞൊരു കാര്യമാണ്. പപ്പയുടെ ആഗ്രഹം ഒരേ ഒരു ആഗ്രഹമുള്ളൂ, കർത്താവ് വരുമ്പോൾ കർത്താവിൻ്റെ സന്നിധിയിൽ കിരീടങ്ങളോടുകൂടി നിന്നെ എനിക്ക് കാണണം. അതെന്നും നിലനിൽക്കുന്ന കിരീടങ്ങളാണ്, അതൊരിക്കലും വാടിപ്പോകുന്ന കിരീടങ്ങളല്ല. എന്നെന്നും നിലനിൽക്കുന്ന ആ കിരീടങ്ങളുമായി എൻ്റെ മകനെ, എൻ്റെ മകളെ നിന്നെ എനിക്ക് കാണണം. ഞാൻ എൻ്റെ മോനോട്, ആനന്ദനോട് പറയാറുണ്ട്, പോ, കർത്താവിൻ്റെ വേലയുമായി കടന്നു പോ. ഒരു പക്ഷേ നീ ആ വേല സ്ഥലത്ത് മരിച്ചു വീണേക്കാം, എങ്കിലും പപ്പയ്ക്ക് സന്തോഷമുള്ളൂ. കാരണം കർത്താവിൻ്റെ രണ്ടാമത്തെ വരവെങ്കിൽ നിന്നെ ഞാൻ കാണും കർത്താവിൻ്റെ സന്നിധിയിൽ വലിയ പ്രതിഫലങ്ങളോടുകൂടി. നമ്മുടെ ആഗ്രഹം എന്താ പ്രിയപ്പെട്ടവരെ? നമ്മുടെ കുഞ്ഞുങ്ങളെക്കുറിച്ച് കുറെ കൂടി പണം ഉണ്ടാക്കാൻ, കുറെ കൂടി പേരുണ്ടാക്കാൻ, കുറെ കൂടി വളരെ ഈസി ആയിട്ടുള്ള ജീവിതം നയിക്കുവാൻ, അതോ ആ നിത്യതയിൽ ആ കർത്താവിൻ്റെ സന്നിധിയിൽ എൻ്റെ മകൾ, എൻ്റെ മകൻ കർത്താവിൻ്റെ സന്നിധിയിൽ എനിക്ക് കാണണം, അവനെ കർത്താവ് ആദരിക്കുന്ന എനിക്ക് കാണണം, സ്വർഗീയ ദൂതന്മാരുടെ മധ്യത്തിൽ എൻ്റെ മകളെ, എൻ്റെ മകളെ എനിക്ക് കാണണം. പല ദിവസം പറഞ്ഞൊരു കാര്യമുണ്ട്, അതുകൊണ്ട് ആ നല്ലൊരു പുനരുദ്ധാനത്തിന് വേണ്ടി ഞാനെല്ലാം ചപ്പും ചവറും എന്ന് വേണമെന്ന് തോന്നുന്നു. സമയം പോയി പോകുന്നില്ല. രണ്ടാമത്തെ റീസൺ പൗലോസ് പറയുന്നത്, വീണ്ടും നമുക്ക് തിരിച്ച് മാർക്കോസിലേക്ക് പോകാം. ആദ്യം പറയുന്ന കാര്യമാണ്, ജീവിതത്തെ തന്നെത്താൻ സേവ് ചെയ്യുവാൻ, രക്ഷിക്കുവാൻ ശ്രമിക്കുന്നവൻ അതിനെ കളയുന്നവൻ, ലോകത്തിൽ അതിനെ കളയുന്നവൻ അതിനെ രക്ഷിക്കും. വീണ്ടും കർത്താവിന് പറയുന്ന രണ്ടാമതൊരു കാര്യമുണ്ട്. എന്താണെന്നറിയോ? നമുക്കതിൻ്റെ 36ാമത്തെ വാക്യത്തിലേക്ക് വരാം. മാർക്കോസ് എഴുതിയ സുവിശേഷം അതിൻ്റെ 8:36 വാക്യം. അതിങ്ങനെ പറയുന്നത്, ഒരു മനുഷ്യൻ സർവ്വലോകവും നേടുകയും തൻ്റെ ജീവനെ കളയുകയും ചെയ്താൽ അവന് എന്ത് പ്രയോജനം? അല്ല, തൻ്റെ ജീവന് വേണ്ടി മനുഷ്യന് എന്തൊരു മറുവില കൊടുക്കും? എൻ്റെ പ്രിയപ്പെട്ട, ഇതൊന്നും എൻ്റെ വാക്കുകളല്ല, കർത്താവായ യേശു ക്രിസ്തു നമ്മോട് പറയുന്ന കർത്താവിൻ്റെ വചനങ്ങൾ. കർത്താവ് എന്ന കാര്യം എന്നറിയോ? ഒരു മനുഷ്യൻ സർവ്വലോകവും നേടി. എന്താ അതിൻ്റെ അർത്ഥം? ലോകത്തിലുള്ള സകലതും നേടി. പണം, സമ്പത്ത്, സമൃദ്ധി, പേര്, മഹിമ എല്ലാം നേടിയിട്ട് നിത്യജീവൻ നഷ്ടമാക്കിയാൽ എന്താ കാര്യമുള്ളതെന്ന് ചോദിക്കുന്നത്. നിത്യത പോയി. ഒരു പക്ഷേ ആൾക്കാരെല്ലാം നമ്മളെ കൈയടിക്കായിരിക്കും. ആൾക്കാർ, അയ്യോ എൻ്റെ സഹോദരൻ ഈ നിലയിലെത്തിയല്ലോ, അല്ലെങ്കിൽ മക്കൾ ഈ നിലയിലെത്തിയല്ലോ. പക്ഷേ നിത്യത നമുക്ക് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, നിത്യതയിൽ നമുക്കൊന്നും ലഭിച്ചില്ലെങ്കിൽ കർത്താവിന് എന്ത് പ്രയോജനമുള്ള? അതിൻ്റെ ഇംഗ്ലീഷ് വാക്യം വളരെ രസകരമായ കുറെയെങ്കിലും മീനിങ്ഫുൾ ആണ്. ഫോർ വാട്ട് ഡസ് ഇറ്റ് പ്രോഫിറ്റ് എ മാൻ ടു ഗെയിൻ ദ ഹോൾ വേൾഡ് ആൻഡ് ഫോർഫിറ്റ് ഹിസ് സോൾ? ആത്മാവിനെ നഷ്ടമാക്കി ലോകം മുഴുവൻ അങ്ങ് നേടിക്കഴിഞ്ഞാലും, ലോകത്തിന് മുഴുവൻ ധനം സമ്പാദിച്ചാലും, എല്ലാ മഹിമയും, എല്ലാ പ്രശംസയും, എല്ലാ സ്വീകാര്യതയും, എല്ലാ സുഖവും, എല്ലാ സുരക്ഷിതത്വവും ഇതെല്ലാം നമുക്ക് ഈ ലോകത്തിലുണ്ട്. പക്ഷേ നിത്യതയിൽ സീറോ ആണെങ്കിൽ, നിത്യതയിൽ ഒന്നുമില്ലാതെ വരുന്നാൽ കർത്താവ് ചോദിക്കുക, എന്ത് പ്രയോജനമുള്ളത്? നീ ഓടിക്കൊണ്ടിരിക്കുക പണത്തിന് വേണ്ടി, നീ ഓടിക്കൊണ്ടിരിക്കുക സുഖത്തിന് വേണ്ടി, നീ ഓടിക്കൊണ്ടിരിക്കുക ഈ ലോകത്തിൻ്റെ എല്ലാത്തിനും വേണ്ടി. പക്ഷേ നിത്യതയിൽ സീറോ, നത്തിങ്. അവിടെ ചെല്ലുമ്പോൾ ഒന്നുമില്ലെങ്കിൽ സീറോ പ്രോഫിറ്റ്. അതുകൊണ്ട് കർത്താവ് പറയാ, തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശ് എടുത്ത് തന്നെ അനുഭവിക്കാൻ. രണ്ടാമത്തെ കാര്യം, സമയം പോകുന്നില്ല. മൂന്നാമത്തെ കാര്യം, വീണ്ടും 38ാം വാക്യം നമുക്ക് വായിക്കാം. സമയം പോകുന്നില്ല. 38ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നത്, വ്യഭിചാരവും പാപവുമുള്ള ഈ തലമുറയിൽ ആരെങ്കിലും എന്നെയും എൻ്റെ വചനങ്ങളെയും കുറിച്ച് നാണിച്ചാൽ അവനെക്കുറിച്ച് മനുഷ്യപുത്രനും തൻ്റെ പിതാവിൻ്റെ തേജസ്സിൽ വിശുദ്ധ ദൂതന്മാരുമായി വരുമ്പോൾ നാണിക്കും.
അതിന് ഇംഗ്ലീഷ് കുറെങ്കിൽ വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്, whoever is ashamed of me and my words in this adulterous and sinful generation, of him the Son of Man also will be ashamed when he comes in the glory of his Father with holy angels. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവ് തൻ്റെ തേജസ്സിൽ വരും, വിശുദ്ധ ദൂതന്മാരുമായിട്ട് വരും. അപ്പോൾ കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്, ഇന്ന് ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ എന്നെക്കുറിച്ച് നിങ്ങൾ നാണിക്കുകയാണോ? സുവിശേഷം പറയാൻ നാണമാണോ? കർത്താവിൻ്റെ വേലക്കാരനെന്ന് പറയാൻ നാണമാണോ? ഞാൻ വക്കീൽ പണിയൊക്കെ കഴിഞ്ഞൊക്കെ നേപ്പാളിലേക്ക് പോകാൻ തീരുമാനിച്ച് 1-2 വീട്ടിൽ പോയപ്പോൾ അവർ ഭയങ്കര പൈസക്കാർ, വലിയ ടീമുകൾ. അപ്പോൾ എന്നോട് അവിടുത്തെ അമ്മാമ്മ ഇങ്ങനെ ചോദിച്ചു, ബെന്നിക്ക് വേറെ ഒരു ജോലിയും കിട്ടാത്തതുകൊണ്ടാണ് ബെന്നി ഇങ്ങനെ പോകുന്നത്. എന്തൊരു കഷ്ടമാണ്, സുവിശേഷം അറിയിക്കാനായിട്ട് പോവുക, അത് ഏതോ നേപ്പാളിലേക്ക്. ഇവിടെ ഒന്നും ശരിയാകുന്നില്ല, ക്ലച്ച് പിടിക്കുന്നില്ലേ? അല്ലെങ്കിൽ പറയാം, നമ്മൾ കേസില്ല വക്കീലാണോ, കേസൊന്നുമില്ലേ, പൈസയൊന്നുമില്ലേ, നിവൃത്തികേടാണോ കാര്യങ്ങൾ? ഷെയിം. എൻ്റെ അമ്മാച്ചൻ, എൻ്റെ അമ്മാവന്മാരെല്ലാം വന്ന് പറഞ്ഞു, ഒരു അമ്മാച്ചൻ പറഞ്ഞു അവൻ്റെ കാല് വെട്ടി ഇട്ടേരാം, ഞാൻ അവന് ചെലവിന് കൊടുക്കാം. നേപ്പാളിലേക്ക് അവരെല്ലാം ഞങ്ങൾക്ക് എതിരായിരുന്നു, എല്ലാവരും എതിരായിരുന്നു. പ്രിയപ്പെട്ടവരെ, എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, എൻ്റെ അപ്പച്ചനും അമ്മച്ചിയും നേപ്പാളിലേക്ക് പോകാൻ തീരുമാനമെടുത്ത ലാസ്റ്റ് 3 മാസം ഞങ്ങളുടെ വീട്ടിലൊരു സംസാരം പോലും ഇല്ലായിരുന്നു. വലിയ പ്രശ്നങ്ങൾ, വലിയ പ്രതികൂലങ്ങൾ. ഞാൻ ആദ്യം പാടിയ പാട്ട് എന്നെ ഏറ്റവും ബലപ്പെടുത്തിയൊരു പാട്ടാണ്, എം വി ചിരൻ സാർ എഴുതിയ പാട്ട്. എല്ലാവരും കൈവിട്ടാലും കൃപയാൽ ഞാൻ പിൻചെല്ലും. ലോകത്തിൻ്റെ അക്സെപ്റ്റൻസ്. ഞാൻ പറയട്ടെ, നിങ്ങൾ കർത്താവിന് വേണ്ടി ഇറങ്ങാൻ തീരുമാനിക്കുന്ന നിമിഷം തന്നെ ബന്ധുക്കളെല്ലാം എതിർക്കും, വട്ട്, പ്രാന്ത്. ഇവിടെ കർത്താവ് പറയുന്നൊരു കാര്യമുണ്ട്, നിങ്ങൾ ഈ അഡൽട്രസ് ആയിട്ടുള്ള, എന്താ പറയുന്നത്, വ്യഭിചാരവും എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള പറയുന്നത്, വ്യഭിചാരവും പാപവുമുള്ള ഈ തലമുറ, വ്യഭിചാരവും പാപമുള്ള തലമുറ, സൃഷ്ടാവിനെ തള്ളിക്കളഞ്ഞ് സൃഷ്ടിയെ ഭജിക്കുന്നവര് വ്യഭിചരിക്കുന്നവരാ. ദൈവത്തെ തള്ളിക്കളഞ്ഞ് വ്യഭിചാരവും പാപത്തിൽ പുളഞ്ഞ് മുഴിച്ചു നിൽക്കുന്ന ഈ ലോകം, ആ ലോകത്തിൻ്റെ കൈയിടെയാണോ നമുക്ക് വേണ്ടത്? ആ ലോകത്തിൻ്റെ അക്സെപ്റ്റൻസ് ആണോ നമുക്ക് വേണ്ടത്? കർത്താവ് പറയാണ്, അങ്ങനെയെങ്കിൽ ഞാൻ എൻ്റെ സ്വർഗീയ ദൂതന്മാരുമായിട്ട് വരുമ്പോൾ എൻ്റെ പിതാവിൻ്റെ മുമ്പിൽ നിങ്ങളെയും ഞാൻ തള്ളിക്കളയും. വളരെ കഠിനമായ ഭാഷയെ കർത്താവ് ഉപയോഗിച്ചിരിക്കുന്നത്. എന്നെക്കുറിച്ച് നിങ്ങൾ നാണിക്കുന്നുവോ? സുവിശേഷത്തെക്കുറിച്ച് നാണിക്കുന്നുവോ? എന്നെക്കുറിച്ച് നിങ്ങൾ ലജ്ജിക്കുന്നുവോ? ഞാൻ നിങ്ങളെക്കുറിച്ച് ലജ്ജിക്കും. എൻ്റെ പിതാവിൻ്റെ സന്നിധിയിൽ ഞാൻ നിങ്ങളെക്കുറിച്ച് ലജ്ജിക്കും. ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മളവിടെ ഇങ്ങനെ പോയി നിൽക്കുകയാണ്, കർത്താവിൻ്റെ വരവെങ്കിൽ സ്വർഗദൂതന്മാർ ഓരോരുത്തരെ കർത്താവ് വിളിക്കുന്നു, എൻ്റെ പ്രിയ മകനെ സബാഷ്. നമ്മളിങ്ങനെ ഒരേ നിൽക്കുകയാണ്. അവിടെ ചെന്നെങ്കിൽ കർത്താവ് നമ്മൾ വിളിക്കുന്നില്ല, പിതാവാം ദൈവത്തിൻ്റെ സന്നിധിയിൽ പറയുന്നില്ല നമ്മളെക്കുറിച്ച്. എന്തൊരു സങ്കടമായി പോവത്, എന്തൊരു ലജ്ജയായി പോവത്. അപ്പോൾ ഒരു വശം നമ്മൾ ചോദിക്കുക, എൻ്റെ കർത്താവ് എന്നെക്കുറിച്ചൊന്നും നീ എന്നെക്കുറിച്ച് നാണിച്ചവനല്ലേ? നീ എന്നെക്കുറിച്ച് പറയാൻ നിനക്ക് ലജ്ജയല്ലായിരുന്നു മോനെ? നീ ലോകത്തിൻ്റെ വ്യഭിചാരവും പാപമുള്ള ലോകത്തിൻ്റെ അക്സെപ്റ്റൻസ് അല്ലേ നീ സ്വീകരിച്ച് നടന്നത്? അവരുടെ കൈയടിയല്ലേ നീ നേടിക്കൊണ്ടിരുന്നത്? എൻ്റെ പ്രിയപ്പെട്ടവരെ, കർത്താവ് പറഞ്ഞ കാര്യം അതാണ്. വളരെ ശക്തമായ ഭാഷയിൽ കർത്താവ് പറഞ്ഞ കാര്യം അതാണ്. എന്നെക്കുറിച്ച് ലജ്ജിക്കുന്നുവോ? പഴയ മനുഷ്യനും പുതിയ മനുഷ്യനും നമുക്കറിയാം. നമ്മുടെ പഴയ മനുഷ്യൻ, ആ പഴയ മനുഷ്യൻ എപ്പോഴും അവൻ്റെ ആഗ്രഹം എന്താണെന്നറിയോ? ലോകത്തിൻ്റെ അക്സെപ്റ്റൻസ്, ലോകത്തിൻ്റെ പേര്, ലോകത്തിൻ്റെ പെരുമ. എനിക്കത് വേണ്ട. പുതിയ മനുഷ്യൻ, പുതിയ ന്യൂ ക്രിയേഷൻ. ആ പുതിയ മനുഷ്യൻ്റെ ആഗ്രഹം ലോകത്തിൻ്റെതല്ല, ദൈവത്തിൻ്റെ. എൻ്റെ കർത്താവിനെ സന്തോഷിപ്പിച്ച് ഓരോ ദിവസവും രാത്രി കിടന്നുറങ്ങുന്നതിന് മുമ്പ് ആ കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ കർത്താവിൻ്റെ പുഞ്ചിരിക്കുന്ന മുഖം, വെൽഡൻ മൈ സൺ. ഓക്കെ, അതിന് വലിയ സന്തോഷം എന്താ പ്രിയമുള്ളൊരു ലോകത്തിലുള്ളത്? ആ കർത്താവിനെ സന്തോഷിപ്പിക്കും. ലോകം മുഴുവൻ നമ്മളെ പുച്ഛിക്കട്ടെ, തള്ളട്ടെ, തുപ്പട്ടെ, നിന്ദിക്കട്ടെ, കർത്താവ് നമ്മെക്കുറിച്ച് ആ സന്തോഷിക്കുന്ന ആ കർത്താവിൻ്റെ മുഖം കണ്ടുകൊണ്ട് കിടന്നുറങ്ങി കഴിഞ്ഞാൽ
വീണ്ടും ആ കർത്താവ് വരുമ്പോൾ ആ കർത്താവിൻ്റെ സന്തോഷിക്കുന്ന പുഞ്ചിരിക്കുന്ന മുഖം കണ്ടുകൊണ്ട് കർത്താവിൽ നിൽക്കുവാൻ കഴിഞ്ഞാൽ നമ്മളതിലെന്താ പ്രിയപ്പെട്ടവരെ സ്വീകരിക്കുന്നത്? ഞാൻ വളരെ പെട്ടെന്ന് പോട്ടെ. എന്താ കർത്താവ് ഇങ്ങനെയൊക്കെ പറയുന്നത്? നമ്മൾക്ക് തോന്നുന്നു ഒരു വിഷയത്തിൽ കഠിനവാക്കല്ലേ, ഇത്രയ്ക്കൊക്കെ വേണോ? ചിലരിങ്ങനെ പറയാറുണ്ട്, എന്നോട് കഴിഞ്ഞ ദിവസം ഒരു കാര്യം പറഞ്ഞു, ഇവർ വിശ്വാസമൊക്കെ നല്ലതാണ്, പക്ഷേ ഇത് അമിതമായ വിശ്വാസം. അതിനെക്കുറിച്ച് പറയുന്നത് ഫെനാറ്റിസം എന്നൊക്കെ പറയില്ലേ, ഫെനാറ്റിക്, റിലീജിയസ് ഫെനാറ്റിക് എന്നൊക്കെ പറയില്ലേ, അതിൻ്റെ ആവശ്യമൊന്നുമില്ല. പറയാം ഒരു പരിധിയിലൊക്കെ അങ്ങനെ നിന്ന് അങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ കൂടുതൽ അങ്ങോട്ടുമില്ല, കൂടുതൽ ഇങ്ങോട്ടുമില്ല. ഞാനൊരു പ്രാവശ്യം ഇതുപോലെ കേരളത്തിൽ ഒരു ചർച്ചിൽ പ്രസംഗിച്ച കഴിഞ്ഞ് സംസാരിച്ച് കഴിഞ്ഞാൽ ഒരു സഹോദരനോടൊന്ന് ഭയങ്കര ദേഷ്യപ്പെട്ട് എന്നോട് പറഞ്ഞു, ബെന്നി സഹോദരൻ എന്തൊക്കെ പറഞ്ഞാലും ഞാനൊരു ശരാശരി ക്രിസ്ത്യാനായിട്ട് ജീവിക്കാനാണ് ആഗ്രഹിക്കുന്നുള്ളൂ. ഞാൻ പറഞ്ഞു, മതി സഹോദര, എനിക്കൊരു നിർബന്ധമില്ല. എനിക്കൊന്ന് നിർബന്ധം നിങ്ങൾ, എനിക്ക് ഇത്രയൊക്കെ മതി. ഞാൻ ആദ്യം പറഞ്ഞല്ലോ പ്രിയമുള്ളവരെ, കർത്താവായ യേശു ക്രിസ്തുവിനെ നാം പിൻപറ്റുന്നെങ്കിൽ there is no option. അവിടെ ഇങ്ങനെ ഒരു ഓപ്ഷനൊന്നുമില്ല. പകുതി അവിടെയും പകുതി ഇവിടെയായിട്ട്, അല്ലെങ്കിൽ കുറച്ച് സ്നേഹിച്ച് കുറച്ച് സ്നേഹിക്കാതെ. കർത്താവ് പറഞ്ഞു, കണ്ടീഷൻ അത് തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശ് എടുത്ത് തന്നെ അനുഗമിക്കട്ടെ. അതല്ലെങ്കിൽ നാം മറ്റെന്തിനെയൊക്കെയോ അനുഗമിച്ചുകൊണ്ടിരിക്കുക, മറ്റെന്തിൻ്റെയോ പിന്നാലെയൊക്കെ നാം പോയിക്കൊണ്ടിരിക്കുക, മറ്റെന്തിൻ്റെയോ നമ്മളിപ്പോൾ പറഞ്ഞ കേട്ടതിൻ്റെ കാര്യങ്ങളുടെ പിന്നാലെ പോയിക്കൊണ്ടിരിക്കുക. ഞാൻ വീണ്ടും പറയട്ടെ, കർത്താവ് പറയുന്നതിൻ്റെ ഒരു സന്ദർഭം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. കർത്താവ് ഇത് പറയാൻ കാരണം എന്താണെന്നറിയോ? നമുക്ക് ഈ മർക്കോസിൻ്റെ സുവിശേഷത്തിൻ്റെ 8-ാം അധ്യായത്തിൻ്റെ അതിൻ്റെ മുമ്പിലുള്ള ഭാഗങ്ങൾ വായിക്കുമ്പോൾ നമുക്കറിയാം, കർത്താവ് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. നമുക്കെല്ലാവർക്കും അറിയുന്നതാണ്. കർത്താവ് ഫിലിപ്പോസിൻ്റെ കൈസരിയിൽ, അതിന് 27-ാം വാക്യം എങ്ങനെയാണ്? അനന്തരം യേശു ശിഷ്യന്മാരുമായി 27 ശിഷ്യന്മാരുമായി ഫിലിപ്പോസിൻ്റെ കൈസരിയിൽ അടുത്തുള്ള ഊരുകളിലേക്ക് പോയി വഴിയിൽ വെച്ച് ശിഷ്യന്മാരോട് ജനങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു എന്ന് ചോദിച്ചു. അതിന് ഉത്തരം അവർ പറഞ്ഞു. അതിന് ശേഷം കർത്താവ് അവരോട് ചോദിക്കുന്ന ചോദ്യമുണ്ട്, എന്നാൽ നിങ്ങൾ എന്നെ ആർ എന്ന് പറയുന്നു? നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു? എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇവിടെ ഇരിക്കുന്ന ഓരോ സൗരന്മാരും ചോദിക്കാൻ ആഗ്രഹിക്കുന്നു, ഹു ഈസ് ജീസസ് ക്രൈസ്റ്റ് ഇൻ യുവർ ലൈഫ്? കർത്താവായ യേശു ക്രിസ്തു നിങ്ങളുടെ ജീവിതത്തിൽ ആരാണ്? അതാണ് നാം എങ്ങനെ ജീവിക്കണമെന്നുള്ള കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത്. ഹു ഈസ് ജീസസ് ക്രൈസ്റ്റ് ഇൻ യുവർ ലൈഫ്? നമ്മുടെ ജീവിതത്തിൽ കർത്താവ് ആരാണ് പ്രിയപ്പെട്ടവരെ? എൻ്റെ ഉടയവൻ, എൻ്റെ രക്ഷകൻ, എന്നെ സൃഷ്ടിച്ചവൻ, എന്നെ എൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഉളവാക്കിയവൻ, സൃഷ്ടിയുടെ ആരംഭത്തിന് മുമ്പേ എന്നെ കണ്ടവൻ, എനിക്ക് വേണ്ടി ക്രൂശിൽ പിടഞ്ഞ് മരിച്ചവൻ, എനിക്ക് വേണ്ടി അടിയേറ്റവൻ, എൻ്റെ പാപങ്ങളെ സ്വയം ഏറ്റെടുത്തവൻ, എനിക്ക് വേണ്ടി നിന്നയേറ്റവൻ, എന്നെ ചേർക്കാനായി വീണ്ടും വരുന്നവൻ, എനിക്ക് വേണ്ടി മരിച്ചു ഉയർത്തെഴുന്നേറ്റ് എന്നെ ചേർക്കാനായി വീണ്ടും വരുന്നവൻ, എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം, എൻ്റെ ജീവിതത്തിൻ്റെ ജീവൻ, എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാം എവരിതിങ്. കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ ജീവിതത്തിൽ അതാണെങ്കിൽ ഈ താഴെ പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് ഒരു പ്രയാസം ഉണ്ടാവില്ല. എൻ്റെ ജീവിതത്തിൻ്റെ ആധാരം എൻ്റെ കർത്താവാണെങ്കിൽ, എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എൻ്റെ കർത്താവാണെങ്കിൽ, എൻ്റെ ജീവൻ്റെ ആധാരം എൻ്റെ കർത്താവായ യേശു ക്രിസ്തു ആണെങ്കിൽ, പിന്നെ ഞാൻ എൻ്റെ കർത്താവിനല്ലാതെ ആർക്ക് വേണ്ടി ജീവിക്കും? മക്കൾക്ക് വേണ്ടി, ഭാര്യയ്ക്ക് വേണ്ടി, എൻ്റെ സുഖത്തിന് വേണ്ടി, ലോകത്തിന് വേണ്ടി? ക്ലിയർ ആവേണ്ടത് അവിടെ പ്രിയപ്പെട്ടവരെ. ഹു ഈസ് ക്രിസ്തു ആരാണ് നമ്മുടെ ജീവിതത്തിൽ? സങ്കടത്തോടെ പറയട്ടെ, പലരോടും ഞാനിങ്ങനെ ചോദിക്കും, പറയാറുണ്ട്, സഹോദര പണ്ട് പോയിരുന്നത് എനിക്ക് തെറ്റാണെന്ന് തോന്നി, അതുകൊണ്ട് ഇവിടേക്ക് വന്നു. അത് സങ്കടകരമായൊരു പ്രസ്താവനയാണ്. സഹോദര, എനിക്ക് ജീവൻ ലഭിച്ചു. ഞാൻ മരിച്ചവനായിരുന്നു, ഞാൻ നഷ്ടപ്പെട്ടവനായിരുന്നു, ഞാൻ നിത്യനരകത്തിലേക്ക് പോയിക്കൊണ്ടിരുന്ന വ്യക്തിയാണ്. എങ്കിലും എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി ക്രൂസിൽ മരിച്ച് എന്നെ രക്ഷിച്ചു. ഇനി ഞാൻ ജീവിക്കും എൻ്റെ കർത്താവിന് വേണ്ടി, എൻ്റെ ബാക്കി ജീവിതം എൻ്റെ കർത്താവിന് വേണ്ടി. യേശു ക്രിസ്തു ആരാ പ്രിയപ്പെട്ടത് നമ്മുടെ ജീവിതത്തിൽ? ഞാനൊരു കാര്യം കൂടെ പറയട്ടെ, നമ്മുടെ എല്ലാം പ്രശ്നം എന്താണെന്നറിയോ? ആ പ്രശ്നത്തിന് തുടക്കം ഏദൻ തോട്ടത്തിൽ നമുക്ക് കാണാൻ കഴിയും. നമ്മുടെ അപ്പനായ ആദാം, അമ്മയുടെ അമ്മയായ ഹൗവ, അവരുടെ മധ്യത്തിൽ സാത്താൻ വന്ന് പറഞ്ഞൊരു നുണയുണ്ട്. കേൾക്കണമേ, ശ്രദ്ധിക്കണമേ. നമ്മെ മനുഷ്യ കുലത്തെ മുഴുവൻ തകർത്ത, ഇന്നും എൻ്റെയും നിങ്ങളുടെയും ഹൃദയത്തിൽ നാം സൂക്ഷിക്കുന്ന വലിയൊരു നുണ. ആ നുണ എന്താണെന്നറിയോ? നീ ദൈവത്തെ പിൻപറ്റുകയാണെങ്കിൽ യഥാർത്ഥ സന്തോഷം നിനക്ക് ലഭിക്കില്ല.
യഥാർത്ഥ സന്തോഷവും യഥാർത്ഥ സുഖവും ദൈവം നിന്നിൽ നിന്ന് പിടിച്ചു വെച്ചിരിക്കുകയാണ്. ദൈവത്തെ നീ തള്ളിക്കള, യഥാർത്ഥമായ സന്തോഷത്തിലേക്ക്, സുഖത്തിലേക്ക് നിനക്ക് കടന്നു വരാൻ കഴിയും. യഥാർത്ഥമായ എൻജോയ്മെൻറ്റിലേക്ക്. ആ നുണ ഇന്ന് നമ്മുടെ ഹൃദയത്തിലെല്ലാം ഉണ്ട് പ്രിയപ്പെട്ടവരെ. കർത്താവിന് വേണ്ടി മുഴുവനായിട്ട് നമ്മുടെ ജീവിതത്തെ കൊടുത്തു കഴിഞ്ഞാൽ അയ്യോ അത് വലിയ പ്രയാസമുള്ള ജീവിതം, സന്തോഷമില്ലാത്ത ജീവിതം, സുഖമില്ലാത്ത ജീവിതം. അതുകൊണ്ട് കുറച്ചൊക്കെ എങ്ങനെ നിൽക്കാം? അല്ലെങ്കിൽ എന്താ മക്കളൊന്നും സുവിശേഷ വിലയ്ക്ക് അയക്കാത്തത്? അയ്യോ സുവിശേഷ വിലയ്ക്ക് പോയി കഴിഞ്ഞാൽ അത് വലിയ പ്രയാസവും സങ്കടവും, അവരുടെ ജീവിതവും അവരുടെ മക്കളും അവരുടെ ഭാവിയും. കഴിഞ്ഞ 24 വർഷത്തെ അനുഭവം ഞാൻ പറയട്ടെ പ്രിയമുള്ളവരെ, ഇത്ര സന്തോഷമുള്ള ഒരു ജീവിതം വേറെ ഇല്ല കേട്ടോ. ആമേൻ. നിങ്ങൾ ആമേൻ പറയോ? ഇത്ര സന്തോഷമുള്ള ജീവിതം, ഇത്ര ആനന്ദമുള്ള ഒരു ജീവിതം, ജീവനുള്ള കർത്താവിനെ പിൻപറ്റി അവന്റെ വേല ചെയ്യുന്ന പോലൊരു ജീവിതം ഈ ലോകത്തിൽ മറ്റൊന്നുമില്ല പ്രിയപ്പെട്ടവരെ. പക്ഷെ സാത്താൻ പറയും അയ്യോ അതരുത്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിന്റെ സന്തോഷവും നിന്റെ സുഖവും അതെല്ലാം നഷ്ടമാകും. ആ നുണയ്ക്കടിമയായി നാം ഇന്നും ജീവിക്കുക. എന്ന് വെച്ചാൽ കർത്താവിൽ പൂർണ്ണമായും വിശ്വസിക്കാൻ നാം തയ്യാറല്ല. എൻ്റെ കർത്താവ് എന്നെ പുലർത്തും, എൻ്റെ കർത്താവ് എന്നെ വഴി നടത്തും, എൻ്റെ കർത്താവ് എന്നെ കൈവിടില്ല, എൻ്റെ കർത്താവിനോട് കൂടെ എപ്പോഴും ഇരിക്കുന്ന കർത്താവ്, എന്നെ കൈവിടാത്ത കർത്താവ്. അത് എവിടെയാണെങ്കിലും, മാവോവാദിയുടെ ഇടയ്ക്കാണെങ്കിലും, RSSകാരുടെ ഇടയ്ക്കാണെങ്കിലും, പോലീസിൻ്റെ ഇടയ്ക്കാണെങ്കിലും, ഏത് കടലിലും ചെകുത്താനും നടുവിലാണെങ്കിലും എൻ്റെ യേശു എന്നോട് കൂടെ ഉണ്ടെങ്കിൽ ഇറ്റ്സ് ഇനഫ്. കഴിഞ്ഞ ദിവസം ഒരു ഡോക്ടേഴ്സിൻ്റെ മീറ്റിംഗിൽ എന്നെ വിളിച്ച് ചോദിച്ചു, എന്നോട് പറഞ്ഞു, ബെനിസോര ഇത്രയും കാലമൊക്കെ വേല ചെയ്തില്ലേ, ബെനിസോരൻ അതിൽ നിന്ന് പഠിച്ചത് എന്താ ബെനിസോരനെ ദൈവം പഠിപ്പിച്ചത്? എനിക്ക് ഒട്ടും ആലോചിക്കേണ്ടത്, ഞാൻ ഒറ്റ വാക്കിൽ ഉത്തരം പറഞ്ഞു, ജീസസ് ക്രൈസ്റ്റ് ഈസ് സഫിഷ്യൻറ്റ് ഫോർ എനിത്തിങ് ആൻഡ് എവറിത്തിങ്. ഞാൻ പഠിച്ചൊരു കാര്യമുണ്ട്, എൻ്റെ കർത്താവ് എല്ലാത്തിനും എനിക്ക് മതിയായവനാണ്. ആമേൻ, ആമേൻ. എൻ്റെ മക്കൾക്ക്, എൻ്റെ ഭാര്യയ്ക്ക്, എൻ്റെ ജീവിതത്തിന്, എല്ലാത്തിനും ഹീ സഫിഷ്യൻറ്റ്. പക്ഷെ സാത്താൻ പറയും അയ്യോ കർത്താവ് മാത്രം കർത്താവ് എന്ന് പറഞ്ഞിരുന്നാൽ ശരിയാവത്തില്ല കേട്ടോ. പണം വേണം, നല്ല ജോലി വേണം, പ്രശസ്തി വേണം. ആ വലിയ നുണയിൽ നാം എല്ലാം പെട്ടിരിക്കുക പ്രിയപ്പെട്ടവരെ. നിങ്ങളൊരു പക്ഷേ കേട്ടിരിക്കും, ഈ ME ചെറിയാൻ സാറിൻ്റെ കൊച്ചുമോൻ എന്ന് പറയാം, പെങ്ങളുടെ മകൻ തോംസൺ, ശിഷ്യ തോംസൺ എന്ന് പറയാം. അദ്ദേഹം പെങ്ങളുടെ ഭർത്താവ് അവർ മധ്യപ്രദേശിലേക്ക് സാഗർ എന്ന സ്ഥലത്തേക്ക് കടന്നുപോയി അവിടെ കർത്താവിൻ്റെ വേല ചെയ്തു എത്രയോ വർഷങ്ങൾക്ക് മുമ്പ്. അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത് സൈക്കിൾ ചവിട്ടി 1000കണക്കിന് കിലോമീറ്റർ, അന്ന് ഇത്ര പ്രശ്നമില്ല, ഗ്രാമങ്ങളിലൊക്കെ പോയി ടാക്സി കൊടുത്ത് കൊണ്ടിരുന്നൊരു മനുഷ്യൻ. അദ്ദേഹത്തിൻ്റെ മകൻ ശിഷ്യ തോംസൺ, അദ്ദേഹം അവിടെ വളർന്നു, അതുകൊണ്ട് നല്ല ഹിന്ദിയാണ്. അവിടുത്തെ അതേ രീതിയിൽ നല്ല പാട്ടുകൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്, ഹിന്ദി പാട്ടുകൾ. അദ്ദേഹം എഴുതിയൊരു പാട്ടുണ്ട്, എനിക്ക് തോന്നുന്നു ME ചെറിയാൻ സാറിൻ്റെ ഗുണമൊക്കെ അദ്ദേഹത്തിന് ആ പെങ്ങളുടെ മകനും കിട്ടി. അദ്ദേഹം പാടുന്നൊരു പാട്ടുണ്ട്, മുജ്കോ യേശു മാസി മിൽ ഗയാ ഹേ അബി ജീന ഹേ ബസ് അബ് യേശു മാസി, മുജ്കോ യേശു മാസി മിൽ ഗയേ ഹേ അബി जीना है बस अब यीशु मसीह, जान दी उसने मरना सिखाया मुझे, जान दी उसने मरना सिखाया मुझे, इस जहां के अब हम नहीं, मिल गया मुझको यीशु मसीह, मुझको यीशु मसीह मिल गए है अभी जीना है बस अब यीशु मसीह, मुझको यीशु मसीह मिल गए है अभी जीना है बस अब यीशु मसीह, जान दी उसने मरना सिखाया मुझे, जान दी उसने मरना सिखाया मुझे, इस जहां के अब हम नहीं, मिल गया मुझको यीशु मसीह मिल गया. അതിൻ്റെ അർത്ഥം ഹിന്ദി അറിയാത്തൂടെ ഞാൻ പറയട്ടെ, എനിക്ക് എൻ്റെ യേശുവിനെ കിട്ടി. ഇതുവരെ എൻ്റെ യേശുവിനെ എനിക്ക് ലഭിച്ചിരുന്നില്ല. എൻ്റെ യേശുവിനെ മിൽ ഗയാ, യേശുവിനെ എനിക്ക് ലഭിച്ചു. അതുകൊണ്ട് ഇനി ഞാൻ ജീവിക്കും എൻ്റെ യേശുവിന് വേണ്ടി. എന്നിട്ട് താഴെ പാരുന്ന വാക്യമുണ്ട്,
ജാനതീവുസിനെ മരണ ശിക്കായ മുജെ, സ്വന്തം ജീവൻ എനിക്ക് വേണ്ടി തന്ന് മരിക്കാൻ എന്നെ അവൻ പഠിപ്പിച്ചു. ആമേൻ. കർത്താവ് ക്രൂശ് എടുക്കാൻ പറഞ്ഞപ്പോൾ ആദ്യം കർത്താവ് ആ ക്രൂശ് എടുത്തു. കർത്താവ് നമുക്ക് വേണ്ടി മരിക്കാൻ നമ്മളോട് പറഞ്ഞപ്പോൾ കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചു. കർത്താവ് നമ്മോട് സഹിക്കാൻ പറഞ്ഞപ്പോൾ കർത്താവ് നമുക്ക് വേണ്ടി സഹിച്ചു. കർത്താവ് നമുക്ക് വേണ്ടി നിന്ദകളേറ്റു. അതാ അദ്ദേഹം പാടിയത്, ജാനതീവുസിനെ മരണ ശിക്കായ മുജെ, സ്വന്തം ജീവൻ തന്ന് മരിക്കാൻ എന്നെ പഠിപ്പിച്ചു. ഈ ജഹാക്കെ പേര് ഞാൻ ഈ ലോകത്തിൻ്റെതല്ല, എനിക്ക് എൻ്റെ കർത്താവിനെ ലഭിച്ചു. ഞാൻ ഈ ലോകത്തിൻ്റെതല്ല, ഇനി എൻ്റെ കർത്താവിനെ എനിക്ക് ലഭിച്ചു. എൻ്റെ കർത്താവ് എനിക്ക് മതി. നമുക്കൊരു വിഷയം നിൽക്കാൻ പ്രിയപ്പെട്ടവർ, പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതങ്ങളെ കർത്താവിൻ്റെ കാര്യങ്ങളിലേക്ക് കൊടുക്കാം. ഞങ്ങളുടെ പ്രിയ കർത്താവേ, സ്വർഗത്തെ ചമച്ചവൻ, സകലത്തിൻ്റെയും കാരണഭൂതൻ, ഞാനിന്ന് ജീവനോടിരിക്കാൻ കാരണക്കാരനായവൻ, എനിക്ക് വേണ്ടി ക്രൂശിൽ പിടഞ്ഞ് മരിച്ചെങ്കിൽ, ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ് സകലവും ഉണ്ടാക്കിയവൻ, സകലത്തിൻ്റെയും സൃഷ്ടാവ്, വൃത്തികെട്ട പാപിയായ ദുഷ്ടനായ എനിക്ക് വേണ്ടി ക്രൂശിൽ പിടഞ്ഞ് മരിച്ചെങ്കിൽ, നിന്നയേറ്റെങ്കിൽ, അടിയേറ്റെങ്കിൽ, തുപ്പേറ്റെങ്കിൽ, ക്രൂശ് ചുമന്ന് യെരുശലേമിലെ തെരുവീതിയിലൂടെ അടിയേറ്റ് പ്രാഞ്ചി പ്രാഞ്ചി എനിക്ക് വേണ്ടി നടന്നെങ്കിൽ, എനിക്ക് വേണ്ടി തുപ്പേറ്റെങ്കിൽ, എനിക്ക് വേണ്ടി എൻ്റെ പാപത്തിന് വേണ്ടി എൻ്റെ കർത്താവിൻ്റെ താടിരോമങ്ങൾ പിഴുതെറിയപ്പെട്ടെങ്കിൽ, നഗ്നനായി നിന്ദിതനായി ക്രൂശിൽ തൂക്കപ്പെട്ടെങ്കിൽ, കർത്താവേ, എനിക്കെങ്ങനെ ഈ ലോകത്തിന് വേണ്ടി ജീവിക്കാൻ കഴിയും കർത്താവേ? എനിക്കെങ്ങനെ എനിക്ക് വേണ്ടി ജീവിക്കാൻ കഴിയും കർത്താവേ? വേണ്ട, ക്രൂശ് ചുമക്കാൻ ഞാൻ തയ്യാറാണ് കർത്താവേ. അങ്ങേ പ്രതി, സുവിശേഷത്തെ പ്രതി തള്ളപ്പെടുവാൻ, നിന്നയേൽക്കുവാൻ, പീഡ സഹിക്കുവാൻ, മരിക്കാൻ ഞാൻ തയ്യാറാണ് കർത്താവേ. അതിനിടെ എന്നെ സഹായിക്കണം. ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണം. ലോകം ഞങ്ങളെ വഞ്ചിക്കുന്നു കർത്താവേ, വഞ്ചനയിൽ പെടുവാൻ അങ്ങ് അനുവദിക്കരുത്. ഞങ്ങളുടെ ജീവിതങ്ങൾ നഷ്ടമാക്കുവാൻ അങ്ങ് അനുവദിക്കരുത്. ലോകത്തിന് വേണ്ടി ജീവിച്ച് ഞങ്ങൾ നശിച്ചു പോലെ കർത്താവേ. ഞങ്ങൾ വിശ്വസിക്കുന്നത് ഞങ്ങളുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കുവാൻ ഞങ്ങളെ സഹായിക്കണം കർത്താവേ. ബുദ്ധി കൊണ്ടല്ല കർത്താവേ, വാക്കുകൊണ്ടല്ല കർത്താവേ, ജീവിതം കൊണ്ട് അങ്ങേക്ക് വേണ്ടി ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണം കർത്താവേ. ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണം കർത്താവേ. പ്രാർത്ഥന കേട്ടതിനാ നന്ദി. യേശു നാമത്തിൽ തന്നെ. ആമേൻ.